Good afternoon. Good afternoon, ma'am. Good afternoon, ma'am. Good afternoon, ma'am. Good Okay, afternoon, കഴിഞ്ഞ ma'am. ക്ലാസ്സിൽ നമ്മൾ എടുത്തത് 6th വരെ കംപ്ലീറ്റ് ആയില്ലേ? സെവൻത്ത് മാം എക്സ്പ്ലെയിൻ ചെയ്ത് തരാന്ന് പറഞ്ഞു. ഓക്കെ. ഓക്കെ, ശ്രദ്ധിക്കാം കേട്ടോ. 7th വൺ ആണ് പെർസെന്റേജ് ഓഫ് അൺപ്ലാൻഡ് റിട്ടേൺ ടു OT. ഓപ്പറേഷൻ തിയേറ്ററിലേക്കുള്ള അൺപ്ലാൻഡ് റിട്ടേൺ എന്ന് പറയുന്നത് ആസൂത്രണം ചെയ്യാതെയുള്ള തിരിച്ചുവരവ് അല്ലെ, അതിന്റെ പെർസെന്റേജ് ആണ് ഇവിടെ നോക്കുന്നത് കേട്ടോ. നോക്കിയേ, unplanned return to the OT is defined as any secondary procedure needed for a complication that results directly from the index operation during the same admission. അതായത് ഒരു പ്രാവശ്യം അവർ അഡ്മിഷൻ എടുത്തു, ആ അഡ്മിഷനിൽ അവർ എന്തെങ്കിലും ഓപ്പറേഷൻസിന് വിധേയമായിട്ടുണ്ടാവും. അപ്പൊ അവർ ആ ഒരു ഓപ്പറേഷന് വിധേയമായി അവർ വീട്ടിലേക്ക് തിരിച്ചു പോയിട്ടില്ല. ആ ഒരു ഹോസ്പിറ്റലിൽ തന്നെ സ്റ്റേ ചെയ്യുന്ന സമയത്ത് അവർക്ക് എന്തെങ്കിലും കോംപ്ലിക്കേഷൻസ് ഉണ്ടായാൽ, ആ ഓപ്പറേഷന്റെ ഭാഗമായിട്ട് എന്തെങ്കിലും കോംപ്ലിക്കേഷൻസ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവരെ ഫർദർ പ്രൊസീജിയേഴ്സ് നടത്താൻ അല്ലെങ്കിൽ സെക്കൻഡറി പ്രൊസീജിയർ നടത്താൻ വേണ്ടിയിട്ട് അവരെന്ത് ചെയ്യേണ്ടി വരും? ആ ഒരു ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് തിരികെ കൊണ്ടുവരേണ്ടതായിട്ട് വരാം അല്ലെ. ആ ഒരു സിറ്റുവേഷനിൽ അതിനെയാണ് ആ ഒരു ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് അങ്ങനെ എത്ര പേരെ തിരികെ കൊണ്ടുവന്നിട്ടുണ്ട്, അവരുടെ റേറ്റ് ആണ് നമ്മളിവിടെ നോക്കുന്നത് കേട്ടോ. നോക്കിയേ, ഫോർ എക്സാമ്പിൾ പോസ്റ്റ് ഓപ്പറേറ്റീവ് ബ്ലീഡിങ്. എന്താ പോസ്റ്റ് ഓപ്പറേറ്റീവ് ബ്ലീഡിംഗ് എന്ന് പറഞ്ഞാൽ? ഡീബ്രിഡിമെന്റ്. എന്താ ഡീബ്രിഡിമെന്റ് എന്ന് പറഞ്ഞാൽ? എന്താണ് നമ്മൾ പറഞ്ഞത്? എന്താണ് ഡീബ്രിഡിമെന്റ് എന്ന് പറഞ്ഞാൽ? പ്രൊസീജിയർ ദാറ്റ് റിമൂവ്സ് ഡെഡ് ആയിട്ടുള്ളത്, ഇൻഫെക്റ്റഡ് ആയിട്ടുള്ളത് അല്ലെങ്കിൽ അൺഹെൽത്തി ടിഷ്യൂസ് ഒക്കെ ഒരു വൗണ്ടിൽ നിന്ന് റിമൂവ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് ഡീബ്രിഡിമെന്റ് എന്ന് പറയുന്നത്. അത് ആ ഒരു വൗണ്ട് പെട്ടെന്ന് ഹീൽ ചെയ്യാൻ അല്ലെങ്കിൽ മുറിവ് ഉണങ്ങാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന ഒരു പ്രോസസ് ആണ്. അങ്ങനെ ചെയ്യുന്ന സമയത്ത് ചില ആളുകളിൽ അതുവഴി എന്തുണ്ടാവാം? ബ്ലീഡിങ്ങുകൾ ഉണ്ടാവാം. അപ്പൊ അങ്ങനെയുള്ള ആളുകളെ നമുക്ക് എന്ത് ചെയ്യേണ്ടതായിട്ട് വരും? ആ ഒരു ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് തിരികെ കൊണ്ടുവരേണ്ടതായിട്ട് വരാം അല്ലെ, സെക്കൻഡറി പ്രൊസീജിയേഴ്സ് ചെയ്യാൻ വേണ്ടി. സെക്കൻഡറി സുച്ചറിങ്, അതൊരു കോമഡിയാണ് കേട്ടോ. അവിടെ സെക്കൻഡറി സുച്ചറിങ് എന്ന് പറയുന്ന രണ്ടാമതും തുന്നലുകൾ അല്ലെങ്കിൽ സ്റ്റിച്ച് ഇടേണ്ടതായിട്ടൊരു അവസ്ഥ വരാം. ചിലര് കൃത്യമായിട്ട് പറഞ്ഞിരിക്കുന്ന പ്രൊസീജിയർ ഒക്കെ ഫോളോ ചെയ്യാത്തത് മൂലം ചിലപ്പോൾ സ്റ്റിച്ച് പൊട്ടിപ്പോവാം, അല്ലെങ്കിൽ അവിടെ എന്തെങ്കിലും പഴുപ്പ് ഇൻഫെക്ഷൻസ് വന്നുകൊണ്ട് ആ ഒരു സ്റ്റിച്ചിന് പഴുപ്പ് അനുഭവപ്പെടാം. അപ്പൊ അങ്ങനെയുള്ള സമയങ്ങളിൽ രണ്ടാമതൊന്നുകൂടി സ്റ്റിച്ച് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യേണ്ടി വരും? ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് തിരികെ കൊണ്ടുപോകേണ്ടതായിട്ട് വരാം. എംബോളക്ടമി എന്ന് പറയുന്നത് റിമൂവൽ ഓഫ് സർജിക്കൽ റിമൂവൽ എംബോളസ്, അതായത് ബ്ലഡ് ക്ലോട്ടുകൾ തന്നെയാണ് ഈ എംബോളസ് എന്ന് പറയുന്നത് കേട്ടോ. അത് പൾമണറി എംബോളക്ടമി എന്നാണ് പ്രധാനമായിട്ടും പറയുന്നത്. അതായത് സർജറിയിൽ ഓപ്പറേഷൻ ചെയ്യുന്ന സമയത്ത് ഏതെങ്കിലും വെയിൻസിൽ ബ്ലഡ് ക്ലോട്ടുകൾ ഉണ്ടാവുന്നുണ്ട്. അപ്പൊ അങ്ങനെ ചിലപ്പോൾ ബ്ലഡ് ക്ലോട്ടുകൾ ഉണ്ടായാൽ അതൊരു സ്ഥലത്ത് നിൽക്കില്ല, ഒരു സ്ഥലത്ത് ഉണ്ടായി അതിങ്ങനെ മൂവ് ചെയ്ത് പ്രധാനമായിട്ടും ലെൻസ് മുതലായ ഇടങ്ങളിൽ വന്ന് എന്ത് ചെയ്യും? അത് ആ ബ്ലഡ് ക്ലോട്ടുകൾ അടയും. അപ്പൊ അത് പ്രധാനമായിട്ടും ലെൻസുമായി ബന്ധപ്പെട്ടാണ് ഇത് കാണാറ്. അപ്പൊ ആ ഒരു ലെൻസിലേക്കൊക്കെ അങ്ങനെ ബ്ലഡ് ക്ലോട്ടുകൾ വന്നാൽ അത് ഉടനെ ഈ ഒരു സർജറി കഴിഞ്ഞിട്ടുള്ള ആ ഒരു ആഫ്റ്റർ എഫക്റ്റ് ആണത് അല്ലെ, സർജറിയുടെ ഭാഗമായിട്ടുണ്ടാകുന്ന ബ്ലഡ് ക്ലോട്ടുകളാണ് ഇങ്ങനെ വരുന്നത്. അപ്പൊ അത് റിമൂവ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് എംബോളക്ടമി എന്ന് പറയുന്ന പ്രോസസ്സ് കേട്ടോ. എംബോളസ് എന്ന് പറയുന്നത് ആ ഒരു ബ്ലഡ് ക്ലോട്ടിനെയാണ്, അത് റിമൂവ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് എംബോളക്ടമി എന്ന് പറയുന്നത്. ഇവാലുവേഷൻ ഉണ്ട് അനസ്തീഷ്യ. ഇപ്പൊ ഓപ്പറേഷനൊക്കെ നമ്മൾ അനസ്തീഷ്യസ് കൊടുക്കും അല്ലെ, അനസ്തീഷ്യ കൊടുക്കും. അത് കഴിഞ്ഞ് അവർക്ക് എന്തെങ്കിലും അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും കോംപ്ലിക്കേഷൻസ് ഉണ്ടാവുകയാണെങ്കിൽ അതിനെ വിലയിരുത്താനും അവരെന്ത് ചെയ്യേണ്ടതായിട്ട് വരും? ഈ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഉള്ളവരെ നമ്മൾ കൊണ്ടുപോകേണ്ടതായിട്ട് വരാം അല്ലെ. അപ്പൊ അങ്ങനെ എത്ര പേരെ തിരികെ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് എന്നുള്ളതിന്റെ പെർസെന്റേജ് ആണ് ഇവിടെ നോക്കുന്നത്. നോക്കിയ ഫോർമുല, നമ്പർ ഓഫ് അൺപ്ലാൻഡ് റിട്ടേൺ ടു OT, ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് തിരിച്ചു വന്ന അല്ലെ, പ്ലാൻ ചെയ്യാതെ തിരിച്ചു വന്ന പേഷ്യൻസിന്റെ എണ്ണം divided by number of patients who underwent surgeries in the OT. ഓപ്പറേഷൻ തിയേറ്ററിൽ സർജറിക്ക് വിധേയമായിട്ടുള്ള ആളുകളുടെ പേഷ്യൻസിന്റെ ആകെ എണ്ണം
into 100. നോക്കിയേ ഫോർമുല എന്താണെന്ന് കൂടി നോക്കിയേ. നമ്പർ ഓഫ് അൺപ്ലാൻഡ് റിട്ടേൺ ടു OT, ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് പ്ലാൻ ചെയ്യാതെ അല്ലെങ്കിൽ ആസൂത്രണം ചെയ്യാതെ തിരിച്ചു വന്ന പേഷ്യൻസിന്റെ എണ്ണം ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് പേഷ്യൻസ് ഹു അണ്ടർവെന്റ് സർജറീസ് ഇൻ ദ OT, ഓപ്പറേഷൻ തിയേറ്ററിൽ സർജറിക്ക് വിധേയമായിട്ടുള്ള ആകെ പേഷ്യൻസിന്റെ എണ്ണം into 100. കിട്ടിയോ? അത് ക്ലിയർ ആണോ? 7th one. Okay. Then 8th നോക്കിയേ. Percentage of surgeries where the organization's procedure to prevent adverse events like wrong site, wrong patient and wrong surgery have been adhered to. എന്താ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? റോങ് സൈറ്റില് സർജറി ഒക്കെ ചെയ്യുന്ന സമയത്ത് വളരെ ചെറിയ ചെറിയ കേസുകളായിരിക്കും. ചിലപ്പോ 1-2 കേസുകൾ കേട്ടിട്ടുണ്ടാവില്ലേ? തെറ്റായി സർജറി ചെയ്യുന്നത്, സ്ഥലം മാറിപ്പോകുന്നത്, സർജറി ചെയ്യുന്നതിന്റെ സ്ഥലം മാറിപ്പോവുക, അല്ലെങ്കിൽ പേഷ്യന്റ് മാറിപ്പോവാം. ഒരു സർജറി ചെയ്യാനായിട്ട് ഒരു പേഷ്യന്റിനെ കൊണ്ടുവന്ന ചില പേഷ്യൻസ് മാറി സർജറി ചെയ്തെന്ന് വരാം. അല്ലെങ്കിലോ റോങ് ആയിട്ട് തെറ്റായ രീതിയിൽ സർജറികൾ നടത്തിയെന്ന് വരാം. അങ്ങനെയുള്ള പല കേസുകളും ഹോസ്പിറ്റലുകളിൽ ഉണ്ടാവാറുണ്ട് അല്ലെ. വളരെ മൈന്യൂട്ട് ആയിട്ട് ചിലപ്പോൾ 1-2 കേസുകൾ അങ്ങനെയുള്ളതും ഉണ്ടാവാറുണ്ട്. അതിനെ തടയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പ്രൊസീജിയേഴ്സ് ഇങ്ങനെ ചെയ്യുന്നതിന്റെ പെർസെന്റേജ് എടുക്കുന്നത്. അങ്ങനെയുള്ള സർജറീസ് ഉണ്ടായാൽ അതിനെ പിന്നീട് അത് ഉണ്ടാകുന്നത് തടയണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ അതിന്റെ പെർസെന്റേജ് ഇവിടെ എടുക്കുന്നുണ്ട്. ഇതാണ് ഫോർമുല നോക്കിയേ. നമ്പർ ഓഫ് സർജറീസ് where the procedure was as followed, ഇവിടെ തെറ്റായ രീതിയിൽ അല്ലെങ്കിൽ തെറ്റായ നടപടിക്രമങ്ങളിലൂടെ നടത്തിയ സർജറികളുടെ എണ്ണം. ചിലപ്പോ 1-2 വളരെ മൈന്യൂട്ട് ആയിട്ടുള്ള കേസുകൾ ഉണ്ടാവുള്ളൂ അല്ലെ. ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് സർജറീസ് പെർഫോംഡ്, അവിടെ നടത്തിയ സർജറികളുടെ ആകെ എണ്ണം. അവിടെ എത്ര സർജറി നടത്തിയോ അതിന്റെ ആകെ എണ്ണത്തില് എത്ര എണ്ണം ഇതുപോലെ എന്ത് തെറ്റായ രീതിയിൽ ഒന്നില്ലെങ്കിൽ റോങ് സൈറ്റ് ആവാം, തെറ്റായ സ്ഥലം വരാം, അല്ലെങ്കിൽ പേഷ്യന്റ് മാറിപ്പോവാം അല്ലെ, അല്ലെങ്കിൽ സർജറി തന്നെ മാറിപ്പോവാം. അപ്പൊ അങ്ങനെയുള്ള കേസുകൾ എത്ര എണ്ണം ഉണ്ട്? മൊത്തം സർജറികൾ ചെയ്തതിൽ എത്ര എണ്ണം ഇങ്ങനത്തെ കേസുകൾ വരുന്നുണ്ട്? into 100 ചെയ്താൽ എന്ത് കിട്ടും? അവിടുത്തെ ആ ഒരു പെർസെന്റേജ് കിട്ടും. ക്ലിയർ ആയോ? അത് ഫോർമുല നമ്പർ ഓഫ് സർജറീസ് where the procedure was as followed, അവിടെ തെറ്റായ രീതിയിൽ അല്ലെങ്കിൽ തെറ്റായ നടപടിക്രമങ്ങളിലൂടെ ആ ഒരു പ്രൊസീജിയർ ഫോളോ ചെയ്യുന്നത് വഴി എത്ര പേഷ്യൻസ് അല്ലെങ്കിൽ എത്ര കേസസ് ആണ് ഇങ്ങനെ റോങ് സൈറ്റിൽ സർജറി വന്നിരിക്കുന്നത്, റോങ് പേഷ്യന്റ് ആയി വന്നിരിക്കുന്നത്, റോങ് സർജറീസ് ആയിട്ടിരിക്കുന്നത്, അങ്ങനെയുള്ള കേസുകളുടെ എണ്ണം അതിൽ എത്ര എണ്ണത്തിലാണ്? അവിടെ ഉള്ള എല്ലാ സർജറികളും നടത്തിയ എല്ലാ സർജറികളിലും എത്ര എണ്ണം ഇങ്ങനെയുള്ളത് വന്നു? into 100. കിട്ടിയോ? 8th one. Okay. Then 9th one നോക്കിയേ. Percentage of transfusion reactions. പഠിച്ചതല്ലേ നമ്മൾ ബ്ലഡ് ബാങ്കുമായി ബന്ധപ്പെട്ട ട്രാൻസ്ഫ്യൂഷൻ പഠിച്ചില്ലേ? ഓക്കെ, എന്താണ് ട്രാൻസ്ഫ്യൂഷൻ എന്ന് പറഞ്ഞാല്? എന്താണ് ട്രാൻസ്ഫ്യൂഷൻ? എന്താണ് ട്രാൻസ്ഫ്യൂഷൻ? ഡോണറിൽ നിന്ന് റെസിപ്പിയന്റ് ബ്ലഡ് സ്ട്രീമിലേക്ക് ബ്ലഡ് ട്രാൻസ്ഫർ ചെയ്യുന്ന പ്രോസസ്സിനെയാണ് അല്ലെ, അതെ, ഡൊണേഷൻ ഓഫ് ബ്ലഡ് അല്ലെ, ബ്ലഡ് ട്രാൻസ്ഫർ ചെയ്യുന്ന ഒരു പ്രോസസ്സിനെയാണ് ട്രാൻസ്ഫ്യൂഷൻ എന്ന് പറയുന്നത്. അങ്ങനെ ട്രാൻസ്ഫ്യൂഷൻ നടത്തുന്ന സമയത്ത് അവിടെ റിയാക്ഷൻസ് ഉണ്ടാവാലോ അല്ലെ, റിയാക്ഷൻസ് ഉണ്ടാവാം. അനുയോജ്യമല്ലാത്ത ബ്ലഡുകളാണ് നമ്മൾ കൊടുക്കുന്നതെങ്കിൽ അവിടെ എന്ത് പറ്റും? അഗ്ലൂട്ടിനേഷൻ മുതലായ കാര്യങ്ങൾ ഉണ്ടാവാം അല്ലെ, ബ്ലഡ് ക്ലോട്ടുകൾ, അഗ്ലൂട്ടിനേഷൻ മുതലായ കാര്യങ്ങൾ ഉണ്ടാവാം. അങ്ങനെയുള്ള ട്രാൻസ്ഫ്യൂഷൻ റിയാക്ഷൻസിന്റെ പെർസെന്റേജ് ആണ് ഇവിടെ നോക്കുന്നത്. നോക്കിയേ, എനി ഹോസ്റ്റൈൽ റിയാക്ഷൻ to the transfusion of blood or blood components should be considered as transfusion reactions. അപ്പൊ ഇവിടെ ട്രാൻസ്ഫ്യൂഷൻ റിയാക്ഷൻസ് എന്ന് പറയുന്നത് എനി ഹോസ്റ്റൈൽ റിയാക്ഷൻ, ഹോസ്റ്റൈൽ എന്ന് പറഞ്ഞാൽ ദോഷകരമായിട്ടുള്ള അല്ലെങ്കിൽ പ്രതികൂലമായിട്ടുള്ള ഒരു പ്രതികരണം എന്ത് കഴിയുമ്പോഴാണ്? ബ്ലഡ് അല്ലെങ്കിൽ ബ്ലഡ് കമ്പോണൻസ് ട്രാൻസ്ഫ്യൂഷൻ നടത്തുമ്പോൾ ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്ത് അവരുടെ ബോഡി എന്ത് ചെയ്യുന്നു? ഹോസ്റ്റൈൽ റിയാക്ഷൻ ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ പ്രതികൂലമായി പ്രതികരിക്കുന്നതിനെയാണ് ട്രാൻസ്ഫ്യൂഷൻ റിയാക്ഷൻ എന്ന് പറയുന്നത്.
It may range from a mild allergic reaction. ഇതിൽ നിന്ന് ചിലതിൽ വളരെ ചെറിയ രീതിയിലുള്ള അലർജിക് റിയാക്ഷൻസ് മാത്രമേ ചിലപ്പോ ഈ ട്രാൻസ്മിഷനുമായി ബന്ധപ്പെട്ടുള്ള റിയാക്ഷനിൽ കാണിക്കുകയുള്ളൂ. ആൻഡ് ടു ലൈഫ് ത്രെറ്റനിങ് കോംപ്ലിക്കേഷൻസ്, ചെറിയ രീതിയിലുള്ള ഒരു കോംപ്ലിക്കേഷൻ ഉണ്ടാവാം, അല്ലെങ്കിലോ ജീവൻ അപകടപ്പെടുത്തുന്ന രീതിയിലുള്ള കോംപ്ലിക്കേഷൻസ് ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടാവാറുണ്ട്. അതിൽ മൈൽഡ് അലർജിക് റിയാക്ഷൻസിൽ വരുന്നതാണ് ചിൽസ് റിഗേഴ്സ്. എന്താണ് ചിൽസ് റിഗേഴ്സ്? അപ്പൊ ഇതിൽ നിന്ന് തന്നെ കണക്ട് ചെയ്യാലോ. ചില്ല് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ? ചില്ല് എന്ന് പറഞ്ഞാൽ എന്താ? എന്താണ് ചില്ല് എന്ന് പറയുന്ന മീനിങ് എന്താ? എന്താണ് ചില്ല് എന്ന് പറഞ്ഞ മീനിങ്? എന്താണ് ആർക്കും അറിയില്ലേ? നിങ്ങൾ ഈ വേർഡ് യൂസ് ചെയ്യാറില്ലേ? കോൾഡറിങ്, തണുപ്പ് അനുഭവപ്പെടുക എന്നുള്ളതാണ് അല്ലെ. കോൾഡ് ആവുക. അപ്പൊ ഇവരുടെ ബോഡിയിൽ എന്ത് ചെയ്യുന്നുണ്ട്? ചില ആളുകൾക്ക് ഇങ്ങനെ ഒരുപാട് തണുപ്പ് അനുഭവപ്പെടുന്ന പോലെ തോന്നും. അങ്ങനെ തണുപ്പ് അനുഭവപ്പെടുമ്പോൾ നമ്മുടെ ബോഡി എന്താ ചെയ്യാ? എന്താണ് ബോഡിയിൽ വേറെ എന്തെങ്കിലും പ്രവർത്തനം വരുമോ? ഒരുപാട് തണുപ്പ് വന്നാല് എന്താ ചെയ്യാ? എന്താ പറ്റുക? വിറക്കും അല്ലെ. അതെ, ഷിവറിങ് ഉണ്ടാവാം അല്ലെ. അതാണ് എന്ത് ചിൽസ് റിഗേഴ്സ് എന്ന് പറയുന്നത്. നോക്കി അവിടെ ഇൻക്ലൂഡിങ് ചിൽസ് റിഗേഴ്സ് എന്ന് പറഞ്ഞാല് അവരുടെ ബോഡി എന്താണ് ഈ ഒരു ട്രാൻസ്ഫ്യൂഷൻ റിയാക്ഷനുമായി ബന്ധപ്പെട്ട് ചിലപ്പോൾ അവരുടെ ബോഡി ഒരുപാട് തണുപ്പ് അനുഭവപ്പെടുന്നത് പോലെ തോന്നാം. അതിനോടനുബന്ധിച്ച് അവർക്ക് എന്താ നല്ല രീതിയിൽ ഷിവറിങ്സ് അല്ലെങ്കിൽ വിറയിൽ ഉണ്ടാവുന്നത് പോലെ തോന്നാം. അതൊരു മൈൽഡ് ആയിട്ടുള്ള ഒരു റിയാക്ഷൻ, മൈൽഡ് ആയിട്ടുള്ള ചെറിയ രീതിയിലുള്ള ഒരു ഇതാണ് റെസ്പോൺസ് അല്ലെങ്കിൽ റിയാക്ഷൻ ആണ്. ആൻഡ് ടു ലൈഫ് ത്രെറ്റനിങ് കോംപ്ലിക്കേഷൻസ് വരെ, ഈ ജീവൻ അപകടപ്പെടുത്തുന്ന രീതിയിലുള്ള കോംപ്ലിക്കേഷൻസ് വരെ ഉണ്ടാകും. അതിന് എക്സാമ്പിൾ രണ്ടെണ്ണം കൊടുത്തിരിക്കുന്നതാണ് ചാലി ആൻഡ് ഗ്രാഫ്റ്റ് വേഴ്സസ് ഫോസ്റ്റ് ഡിസീസ്. ചാലിയുടെ എക്സ്പാൻഡ് ഫോം ഒന്ന് എഴുതി വെച്ച് നിങ്ങള്. ട്രാൻസ്ഫ്യൂഷൻ എഴുതി വെച്ച് ചാലി, TRALI കേട്ടോ, ചാലി. ഓക്കെ, ട്രാൻസ്ഫ്യൂഷൻ റിലേറ്റഡ് acute lung injury. Transfusion related acute lung injury. Transfusion related acute lung injury. Transfusion related acute lung injury. Video, but transfusion related acute lung injury എന്ന് പറയുന്നത് ട്രാൻസ്ഫ്യൂഷനുമായി ബന്ധപ്പെട്ട്, ട്രാൻസ്ഫ്യൂഷൻ കഴിഞ്ഞ പേഷ്യൻസിന് ചിലപ്പോൾ അതുമായി ബന്ധപ്പെട്ട റിയാക്ഷൻസ് നടക്കുന്ന സമയത്ത് അവിടെ പെട്ടെന്ന് അവരുടെ ലങ്സ് എന്ത് ചെയ്യാം, പെട്ടെന്ന് എന്ത് ചെയ്യാം, അവരുടെ ആ ഒരു റിയാക്ഷൻസ് മൂലം അവിടെ എന്താവാം, അവരുടെ ബോഡിയില് ലങ്സില് പെട്ടെന്ന്, അക്യൂട്ട് എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് അല്ലെ, പെട്ടെന്ന് ഇഞ്ചുറീസ് വരാം. അത് എന്തുകൊണ്ടാണ്? എക്സസ് ആയിട്ടുള്ള ഫ്ലൂയിഡ്സ് ആ ഒരു ലങ്സിൽ വന്ന് അടിയുന്നത് കൊണ്ട് അവരുടെ ലങ്സ് എന്ത് ചെയ്യാം, പെട്ടെന്ന് ഇഞ്ചുറീസ് അല്ലെങ്കിൽ ഡാമേജ് വരാനുള്ള സാധ്യതയുണ്ട്. അതാണ് ചാലി എന്ന് പറയുന്ന കണ്ടീഷൻ. ട്രാൻസ്ഫ്യൂഷൻ റിയാക്ഷനുമായി ബന്ധപ്പെട്ട് വരുന്നതാണ്. ആ ഗ്രാഫ്റ്റ് വേഴ്സസ് ഹോസ്റ്റ് ഡിസീസ്. എന്താ ഗ്രാഫ്റ്റ് വേഴ്സസ് ഹോസ്റ്റ് ഡിസീസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ബോൺ മാരോ ട്രാൻസ്പ്ലാന്റേഷൻ കേട്ടിട്ടുണ്ടോ? മജ്ജ മാറ്റി വെക്കൽ ശസ്ത്രക്രിയ കേട്ടിട്ടുണ്ടോ? ഉണ്ട്. ഓക്കെ, അപ്പൊ മജ്ജ മാറ്റി വെക്കൽ ശസ്ത്രക്രിയ അല്ലെങ്കിൽ ബോൺ മാരോ ട്രാൻസ്പ്ലാന്റേഷൻ ഒക്കെ കഴിഞ്ഞ് വരുന്ന ഒരു കോംപ്ലിക്കേഷൻ അല്ലെങ്കിൽ ഒരു പ്രോബ്ലം ആണ് ഗ്രാഫ്റ്റ് വേഴ്സസ് ഹോസ്റ്റ് ഡിസീസ്. ഇത് നമ്മുടെ സാധാരണ നോർമൽ ട്രാൻസ്പ്ലാന്റേഷൻസ് ചെയ്യുമ്പോഴും ഓർഗൻ ട്രാൻസ്പ്ലാന്റേഷൻ ഈ ഒരു അവസ്ഥ വരാറുണ്ട് കേട്ടോ. അപ്പൊ ഇവിടെ ബോൺ മാരോ ട്രാൻസ്പ്ലാന്റേഷൻ നടക്കുന്ന സമയത്ത് അവിടെ വരുന്ന, അതായത് ഒരാളുടെ ബോഡിയിലേക്ക് നമ്മൾ ട്രാൻസ്പ്ലാന്റ് ചെയ്യല്ലേ, അപ്പൊ ട്രാൻസ്പ്ലാന്റ് ചെയ്ത് വരുന്ന സെൽസിനെ അവരുടെ ബോഡി എന്തായിട്ടാണ് ഐഡന്റിഫൈ ചെയ്യുന്നത്? ഫോറിൻ ബോഡി ആയിട്ട് ഐഡന്റിഫൈ ചെയ്യുകയും അവരുടെ ബോഡി അതിനെ അറ്റാക്ക് ചെയ്യുകയും ചെയ്യും. ആ ഒരു പ്രവർത്തനത്തെയാണ് ഗ്രാഫ്റ്റ് വേഴ്സസ് ഹോസ്റ്റ് ഡിസീസ് എന്ന് പറയുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള ലൈഫ് ത്രെറ്റനിങ് ആയിട്ടുള്ള അതൊരു കോംപ്ലിക്കേഷൻ ആണ്. കാരണം അങ്ങനെ ഒരു റിയാക്ഷൻ നടന്നു, വലിയ രീതിയിലുള്ള ഒരു മൈൽഡ് അല്ലെങ്കിൽ എന്താണ് ഒരു ലൈഫ് ത്രെറ്റനിങ് ആയിട്ടുള്ള കോംപ്ലിക്കേഷൻ ആയിരിക്കാം അത്. അപ്പൊ അത്രയും ബോഡി അതിനെതിരെ പ്രതിരോധിക്കുന്നുണ്ടെങ്കിൽ അവിടെ ആ ഒരു സെൽസ് എന്ത് ചെയ്യാൻ പറ്റില്ല, ആ ഒരു ബോഡിക്ക് അവരുടെ സ്വന്തം സെല്ലല്ലെന്ന് മനസ്സിലാവുകയും അതിനെതിരെ അവരെന്ത് ചെയ്യുന്നു, അതിനെ
ആ ഒരു ഫോറിൻ ബോഡിയായി കണക്കാക്കി അവർ അതിനെ അറ്റാക്ക് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പൊ അത് എത്ര നാളെടുക്കുന്നു, അത് കുറച്ച് സമയം നമ്മൾ എപ്പോഴും പറയാറുണ്ട് അല്ലെ. നമ്മൾ ആ ഒരു ട്രാൻസ്പ്ലാന്റേഷൻ കഴിഞ്ഞ് കുറച്ച് സമയം നമ്മൾ എപ്പോഴും പറയും അല്ലെ, ഭയങ്കര റെസ്റ്റും കാര്യങ്ങളും ഇൻഫെക്ഷൻസ് ഒന്നും വരാതെ ശ്രദ്ധിക്കണം. ആ ഒരു ബോഡിയും ആ വന്നിരിക്കുന്ന സെൽസ് നമ്മൾ എന്തെങ്കിലും വേണം, കുറച്ചൊന്ന് അനുയോജ്യമായി പോകുന്നത് വരെ കുറച്ച് സമയം നമ്മൾ ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള സമയമാണ്. അപ്പൊ ആ സമയത്ത് ഇങ്ങനെയുള്ള റിയാക്ഷൻസ് വരുന്നതില്ല, അതുമായി ബന്ധപ്പെട്ടും അവർക്ക് എന്താ പല കോംപ്ലിക്കേഷൻസും ഉണ്ടാവാം. അപ്പൊ ഇങ്ങനെയുള്ള കേസുകൾ ജസ്റ്റ് ഒന്ന് മനസ്സിലാവാൻ വേണ്ടി പറയുന്നതാണ് കേട്ടോ. ഇതില് ട്രാൻസ്ഫ്യൂഷൻ റിയാക്ഷൻസ് എന്ന് പറയുന്നത് ഈ ബ്ലഡ് അല്ലെങ്കിൽ ബ്ലഡ് കമ്പോണൻസ് ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്ത് അവരുടെ ബോഡിയിൽ ഉണ്ടാവുന്ന ഹോസ്റ്റൈൽ റിയാക്ഷൻസ് അല്ലെങ്കിൽ പ്രതികൂലമായിട്ടുള്ള ഒരു പ്രതികരണമാണ് ട്രാൻസ്ഫ്യൂഷൻ റിയാക്ഷൻ എന്ന് പറയുന്നത്. ചിലപ്പോൾ മൈൽഡ് ആയിട്ടുള്ള കേസ് മുതൽ ഒരു ലൈഫ് ത്രെറ്റനിങ് കോംപ്ലിക്കേഷൻസ് വരെയും ഉണ്ടാവാറുണ്ട്. ക്ലിയർ അല്ലേ ഇത്? നെക്സ്റ്റ് നോക്കിയ അതിന്റെ ഫോർമുല നമ്പർ ഓഫ് ട്രാൻസ്ഫ്യൂഷൻ റിയാക്ഷൻസ്, അവിടെ ഉണ്ടായിരിക്കുന്ന ട്രാൻസ്ഫ്യൂഷൻ റിയാക്ഷനുകളുടെ എണ്ണം. ഇപ്പൊ ഒരു 10 പേർക്ക് അവരുടെ ട്രാൻസ്ഫ്യൂഷൻ ബ്ലഡ് ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിൽ ചിലപ്പോൾ എല്ലാവർക്കും ട്രാൻസ്ഫ്യൂഷൻ റിയാക്ഷൻ ഉണ്ടാവണം എന്നില്ല അല്ലെ. അനുയോജ്യമല്ലാത്ത രീതിയിലുള്ള ബ്ലഡുകളോ ഇങ്ങനെയൊക്കെ വരുമ്പോഴാണ് ട്രാൻസ്ഫ്യൂഷൻ റിയാക്ഷൻ ഉണ്ടാവുന്നത്. അപ്പൊ എല്ലാവർക്കും ഉണ്ടാവണം എന്നില്ല. അതിൽ എത്ര പേർക്കാണോ ട്രാൻസ്ഫ്യൂഷൻ റിയാക്ഷൻസ് ഉണ്ടായിരിക്കുന്നത് അവരുടെ നമ്പറാണ് ന്യൂമറേറ്ററിൽ വരുന്നത്. Then divided by number of units transferred. എത്ര നമ്പർ ഓഫ് യൂണിറ്റ്സ് ഓഫ് ബ്ലഡ് ആണ് ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്തിരിക്കുന്നത്, അതിൽ എത്ര പേർക്ക് നമ്പർ ഓഫ് ട്രാൻസ്ഫ്യൂഷൻ റിയാക്ഷൻസ് ഉണ്ടായി ഇൻറ്റു 100. എന്താണ് ഫോർമുല? നമ്പർ ഓഫ് ട്രാൻസ്ഫ്യൂഷൻ റിയാക്ഷൻസ്. അവിടെ നമ്പർ ഓഫ് ട്രാൻസ്ഫ്യൂഷൻ റിയാക്ഷൻ എന്ന് പറയുന്നത് അവിടെ ഉണ്ടായിട്ടുള്ള ട്രാൻസ്ഫ്യൂഷൻ റിയാക്ഷൻസ് ഉണ്ടായതിന്റെ ആകെ എണ്ണം. ഇപ്പൊ ഒരു 10 പേർക്കാണ് നമ്മൾ ബ്ലഡ് ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്തതെങ്കിൽ അതിൽ എത്ര പേർക്ക് ഇങ്ങനെയുള്ള ട്രാൻസ്ഫ്യൂഷൻ റിയാക്ഷൻസ് ഉണ്ടായി, അവരുടെ എണ്ണം ഡിവൈഡഡ് ബൈ മൊത്തം അവിടെ കൊടുത്ത ബ്ലഡ് ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്ത യൂണിറ്റുകളുടെ മൊത്തം എണ്ണം. ചിലപ്പോൾ 10, 15 യൂണിറ്റ് അല്ലെങ്കിൽ 20 യൂണിറ്റ് ആവാം. അതിൽ എത്ര പേർക്ക് ട്രാൻസ്ഫ്യൂഷൻ റിയാക്ഷൻസ് ഉണ്ടായി ഇൻറ്റു 100 ചെയ്താൽ അതിന്റെ പെർസെന്റേജ് കിട്ടും. ക്ലിയർ ആണ് 9th one? ഓക്കെ. ആ ഒരു പേജിൽ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേ ഏതൊക്കെയാണ് ഇമ്പോർട്ടന്റ് എന്നുള്ളത്. 7th one നോട്ട് ചെയ്യാം കേട്ടോ. 7th one percentage of unplanned return to OT, and next 9th one percentage of transfusion reaction, and 10th one standardized mortality ratio for ICU. അത് മൂന്നൊന്ന് നോട്ട് ചെയ്യാം. 7th, 9th and 10th. ഓക്കെ, നെക്സ്റ്റ് നോക്കാം നമുക്ക്. 10th one ആണ് സ്റ്റാൻഡർഡൈസ്ഡ് മോർട്ടാലിറ്റി റേഷ്യോ ഫോർ ICU. എന്താണ് മോർട്ടാലിറ്റി? പഠിച്ചിരുന്നോ മോർട്ടാലിറ്റി? ICUവിൽ റിപ്പോർട്ട് ചെയ്യുന്ന മോർട്ടാലിറ്റി റേറ്റ് അല്ലെങ്കിൽ എന്താ മരണനിരക്ക് അല്ലെ. ICUവില് റിപ്പോർട്ട് ചെയ്യുന്ന മരണനിരക്കാണ് നമ്മൾ ഇവിടെ നോക്കുന്നത് കേട്ടോ. അതിന്റെ ആ ഒരു റേറ്റ് നോക്കിയേ. സ്റ്റാൻഡർഡൈസ്ഡ് മോർട്ടാലിറ്റി റേഷ്യോ ഈസ് ദ റേഷ്യോ ഓഫ് ദ perceived or actual mortality and the anticipated mortality for a specific time period. ഒരു പ്രത്യേക സമയം അല്ലെങ്കിൽ ഒരു നിശ്ചിത കാലയളവില് അവിടെ ആ ഒരു ICUവിൽ ഉണ്ടായിരിക്കുന്ന perceived or actual mortality എന്ന് പറഞ്ഞാൽ യഥാർത്ഥ മരണം അല്ലെ. ഒരുപാട് മരണങ്ങൾ ICUവിൽ നടക്കാറില്ലേ? ആക്ച്വലി അവര് മരിച്ചു പോകുന്നത് അല്ലെ, യഥാർത്ഥ മരണം. ആൻഡ് ദ ആന്റിസിപ്പേറ്റഡ് മോർട്ടാലിറ്റി എന്ന് പറയുന്ന പ്രതീക്ഷിക്കുന്ന മരണം. എന്താണ് അത് ഉദ്ദേശിക്കുന്നത്? ICUവിൽ ഒരുപാട് പേരുടെ മരണം നമുക്ക് ഓൾറെഡി പ്രതീക്ഷിക്കാറില്ലേ? ഇപ്പൊ വെന്റിലേറ്ററിലൊക്കെ കിടക്കുന്ന പേഷ്യൻസ് ആണെങ്കിൽ ആ വെന്റിലേറ്ററിന്റെ സഹായം ഇല്ലെങ്കിൽ അവർ ഓൾറെഡി മരിക്കും എന്നുള്ളത് നമുക്കറിയാം അല്ലെ. നമ്മൾ പ്രതീക്ഷിക്കുന്ന ഡെത്താണ് അല്ലെ ഇത്. അപ്പൊ അങ്ങനെയുള്ള ഡെത്തുകള് ആ ഒരു സ്പെസിഫിക് ടൈമിൽ ഒരു നിശ്ചിത കാലയളവില് എത്രത്തോളം അവിടെ ആക്ച്വൽ ഡെത്ത് അല്ലെങ്കിൽ യഥാർത്ഥ മരണം നടക്കുന്നുണ്ട്, ഇനി എത്ര മരണം നമുക്ക് പ്രതീക്ഷിക്കാവുന്നതുണ്ട്, അതിന്റെ റേഷ്യോ ആണ് നമ്മൾ ഇവിടെ എടുക്കുന്നത്. നോക്കിയപ്പോ ഫോർമുല ആക്ച്വൽ ഡെത്ത് ഇൻ ICU, സ്റ്റാൻഡേർഡൈസ്ഡ് മോർട്ടാലിറ്റി റേഷ്യോന്റെ ഫോർമുല നോക്കിയേ. ആക്ച്വൽ ഡെത്ത്സ് ഇൻ ICUവിലുള്ള യഥാർത്ഥ മരണം, ICUവിൽ നടന്ന യഥാർത്ഥ മരണം എത്ര എണ്ണമുണ്ട് ഡിവൈഡഡ് ബൈ പ്രഡിക്റ്റഡ് ഡെത്ത് ഇൻ ICU, പ്രതീക്ഷിക്കാവുന്ന മരണം, ICUവിലെ പ്രതീക്ഷിക്കാവുന്ന മരണം എത്ര എണ്ണം ഉണ്ടാവും ഇൻറ്റു 100.
മനസ്സിലായോ ഫോർമുല? ആക്ച്വൽ ഡെത്ത് ഇൻ ICU, ICUലുള്ള യഥാർത്ഥ മരണം എത്ര എണ്ണമുണ്ട് ഡിവൈഡഡ് ബൈ പ്രഡിക്റ്റഡ് ഡെത്ത് ഇൻ ICU. നമുക്ക് പ്രതീക്ഷിക്കാവുന്ന മരണങ്ങളുണ്ട് അല്ലെ, ഇത്ര പേര് ഇങ്ങനെ വെന്റിലേറ്റർ കിട്ടേണ്ട, അവരുടെ വെന്റിലേഷൻ മാറ്റുകയാണെങ്കിൽ വെന്റിലേറ്റർ മാറ്റുകയാണെങ്കിൽ അവരെന്ത് ചെയ്യും, ഓൾറെഡി മരണപ്പെട്ടു പോകും. ഇനി നമുക്ക് പ്രതീക്ഷിക്കാവുന്ന മരണമല്ലേ ഇത് അല്ലെ, ഇപ്പൊ നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാവുന്നത് അല്ലെ, അങ്ങനെ പ്രഡിക്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ പ്രതീക്ഷിക്കാവുന്ന ആ ICUലുള്ള മരണം എത്ര എണ്ണമുണ്ട് ഇൻറ്റു 100 ചെയ്താൽ സ്റ്റാൻഡർഡൈസ്ഡ് മോർട്ടാലിറ്റി റേഷ്യോ ഫോർ ICU കിട്ടും. ക്ലിയർ ആണോ 10th one? ഓക്കെ. Then 11th one നോക്കിയേ, return to the emergency department within 72 hours with similar presenting complaints. എന്താ, ഒരു സെയിം കംപ്ലൈന്റ് അല്ലെങ്കിൽ സിമിലർ കംപ്ലൈന്റ്സുമായിട്ട് 72 മണിക്കൂറിനുള്ളിൽ എന്താണ് എമർജൻസി ഡിപ്പാർട്ട്മെന്റിലേക്ക് തിരിച്ചു വരുന്ന പേഷ്യൻസിന്റെ എണ്ണം അല്ലെങ്കിൽ റേറ്റ് എന്താ നോക്കുന്നത് എന്ന് വെച്ചാൽ എന്താ, അതായത് ഇപ്പൊ ഒരു വ്യക്തിക്ക് ഒരു അബ്ഡോമിനൽ പെയിൻ ആണ്, ജസ്റ്റ് ഒന്ന് ഇമാജിൻ ചെയ്യുക. ഒരു അബ്ഡോമിനൽ പെയിനുമായിട്ട് നമ്മൾ പെട്ടെന്ന് എന്ത് ചെയ്യുന്നു, ഇച്ചിരി കൂടുതലാണ്, നമുക്ക് നല്ല പെയിൻ തോന്നുന്നുണ്ടെങ്കിൽ നമ്മൾ ഉടനെ അവരെ എന്ത് ചെയ്യുന്നു, എമർജൻസി ഡിപ്പാർട്ട്മെന്റിലേക്ക് കൊണ്ടുവരുന്നു. അങ്ങനെ എമർജൻസി ഡിപ്പാർട്ട്മെന്റിലെത്തി അവർക്ക് ആവശ്യമായ ട്രീറ്റ്മെന്റും കാര്യങ്ങളൊക്കെ കൊടുത്തു. അപ്പൊ അവർക്ക് അവിടെ നിന്നപ്പോ അവർക്ക് ആ ഒരു വേദനയുടെ അളവ് കുറഞ്ഞു, അവർക്ക് നോർമലായി, അവർക്ക് വലിയ കുഴപ്പമൊന്നുമില്ല എന്ന് അവർക്ക് തോന്നുന്നു. അവരെന്ത് ചെയ്യുന്നുണ്ട്, അവിടെ നിന്ന് മരുന്നും കാര്യങ്ങളും വാങ്ങിച്ച് അവര് വീട്ടിലേക്ക് പോവാണ് അല്ലെ. അങ്ങനെ വീട്ടിലേക്ക് പോയി കഴിഞ്ഞ് 72 മണിക്കൂറാണ് സമയം പറയുന്നത്. ആ ഒരു 72 മണിക്കൂറിനുള്ളിൽ ഇതേ സെയിം അബ്ഡോമിനൽ പെയിനുമായിട്ട് പിന്നെയും അവര് എമർജൻസി ഡിപ്പാർട്ട്മെന്റിലേക്ക് വരുന്നുണ്ടെങ്കിൽ ആ പറയുന്ന പേഷ്യൻസിന്റെ എത്ര എണ്ണമുണ്ട് എന്നതാണ് ഇവിടെ നോക്കുന്നത്. മനസ്സിലായോ? ആ ഒരു 72 മണിക്കൂറിൽ പോയ പേഷ്യൻസ് അതേ സെയിം കംപ്ലൈന്റുമായിട്ട് തിരികെ എമർജൻസി ഡിപ്പാർട്ട്മെന്റിലേക്ക് വരുന്നുണ്ടോ എങ്കിൽ എത്ര പേര് വരുന്നുണ്ട്, അതിന്റെ റേറ്റ് ആണ് ഇവിടെ നോക്കുന്നത്. ക്ലിയർ ആയോ? അത് 11th one എന്താണ് ഉദ്ദേശിച്ചിരിക്കുന്നത് മനസ്സിലായോ? ആ ഒരു കോൺസെപ്റ്റ് കിട്ടിയോ? ഓക്കെ. ഇനി അതിന്റെ ഫോർമുല നോക്കിയേ, number of returns to emergency within 72 hours with similar presenting complaints. ഈ സിമിലർ കംപ്ലൈന്റ്സുമായിട്ട് ആ എമർജൻസി ഡിപ്പാർട്ട്മെന്റിലേക്ക് 72 മണിക്കൂറിനുള്ളിൽ തിരിച്ചു വന്ന പേഷ്യൻസിന്റെ എണ്ണം ഡിവൈഡഡ് ബൈ number of patients who come to emergency. ആ ഒരു എമർജൻസി ഡിപ്പാർട്ട്മെന്റിലേക്ക് ഒരുപാട് പേഷ്യൻസ് വന്നിട്ടുണ്ടാവും അല്ലെ. ആ വന്ന എല്ലാ പേഷ്യൻസും ഇതുപോലെ പോയിട്ട് തിരിച്ചു വരുന്നില്ലല്ലോ. കുറച്ചു പേർക്കല്ലേ ചിലപ്പോ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വരുള്ളൂ അല്ലെ. പോയി കഴിഞ്ഞ് തിരിച്ചു വരേണ്ടതായിട്ട് വരുന്നത് ചിലപ്പോൾ കുറച്ചു പേർക്ക് ഉണ്ടാവുള്ളൂ. അപ്പൊ അവിടെ എത്ര പേഷ്യൻസ് ആണ് ആ ഒരു എമർജൻസി ഡിപ്പാർട്ട്മെന്റിലേക്ക് വന്നിരിക്കുന്നത്, അവരുടെ ആകെ എണ്ണം, അതിൽ എത്ര പേര് ഈ പറയുന്ന പോലെ 72 മണിക്കൂറിൽ അതേ സെയിം സിമിലർ കംപ്ലൈന്റുമായിട്ട് തിരികെ വന്നു ഇൻറ്റു 100 ആണ് എന്ത് കാണാനുള്ള ഫോർമുല, ഈ പറയുന്ന എമർജൻസി ഡിപ്പാർട്ട്മെന്റിലേക്ക് 72 മണിക്കൂറിൽ തിരിച്ചു വന്ന ആ പേഷ്യൻസിന്റെ റേറ്റ് കാണാനുള്ള ഫോർമുല. Number of returns to emergency within 72 hours with similar presenting complaints. സെയിം കംപ്ലൈന്റുകളുമായിട്ട് 72 മണിക്കൂറിനുള്ളിൽ തിരിച്ചു വന്നിരിക്കുന്ന പേഷ്യൻസിന്റെ എണ്ണം ഡിവൈഡഡ് ബൈ ആ എമർജൻസി ഡിപ്പാർട്ട്മെന്റിലേക്ക് വന്ന ആകെ പേഷ്യൻസിന്റെ എണ്ണം ഇൻറ്റു 100. കിട്ടിയോ 11th? ഓക്കെ. 12th നോക്കിയേ, ഇൻസിഡൻസ് ഓഫ് hospital associated pressure ulcers after admission, that is bed sore per 1000 patient days. Pressure ulcers അല്ലെങ്കിൽ bed sore എന്താണെന്ന് കേട്ടിട്ടുണ്ടോ ആരെങ്കിലും? കേട്ടിട്ടുണ്ടോ നിങ്ങള്? pressure ulcers അല്ലെങ്കിൽ bed sore എന്താണ് കേട്ടിട്ടുണ്ടോ? pressure ulcers or bed sore? കിടപ്പ് രോഗികൾക്ക് എന്ത് ചെയ്യാം, കിടപ്പ് രോഗികൾ ഒരുപാട് അവരിങ്ങനെ കിടപ്പ് കിടത്തുമ്പോ എന്ത് ചെയ്യാം, അവരുടെ പുറമൊക്കെ പൊട്ടുന്ന ഒരവസ്ഥ, അതിനെയാണ് പ്രഷർ അൾസേഴ്സ് അല്ലെങ്കിൽ ബെഡ് സോർ എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ നോക്കിയേ, നമ്മൾ പറയുമ്പോൾ നമ്മളെല്ലാവരും കേട്ട കാര്യമായിരിക്കും അല്ലെ. അപ്പൊ പ്രഷർ അൾസർ അല്ലെങ്കിൽ ബെഡ് സോർ എന്ന് പറയുന്നത് ഇങ്ങനെ കിടക്കുന്ന രോഗികൾ.
അവരുടെ പുറമൊക്കെ പൊട്ടുന്ന ഒരു അവസ്ഥയാണ് നമ്മൾ പ്രഷർ അൾസർ അല്ലെങ്കിൽ ബെഡ് സോർ എന്ന് പറയുന്നത്. അപ്പൊ അവിടെ ഹോസ്പിറ്റലിൽ വരുന്ന എത്ര പേഷ്യൻസിന് ഇങ്ങനെയുള്ള പ്രഷർ അൾസേഴ്സ് അല്ലെങ്കിൽ ബെഡ് സോറുകൾ ഉണ്ടായി അതിന്റെ റേറ്റ് ആണ് നമ്മൾ ഇവിടെ നോക്കുന്നത്. നോക്കി, എ പ്രഷർ അൾസർ ഈസ് ലോക്കലൈസ്ഡ് ഇഞ്ചുറി ടു ദ സ്കിൻ ആൻഡ് അണ്ടർലൈൻ ടിഷ്യൂ നോർമലി ഓവർ എ ബോണി പ്രോമിനൻസ്. എന്താ ആ ഒരു പ്രഷർ അൾസർ എന്ന് പറയുന്നത് ഇതൊരു ലോക്കലൈസ്ഡ് ഇഞ്ചുറി അല്ലെങ്കിൽ സ്കിന്നിന് അല്ലെങ്കിൽ അതിന്റെ അണ്ടർലൈൻ ടിഷ്യൂസിന് വരുന്ന ഒരു ലോക്കലൈസ്ഡ് ആയിട്ടുള്ള ഇഞ്ചുറി അല്ലെങ്കിൽ പരിക്കാണ് എന്തെന്ന് പറയുന്നത് പ്രഷർ അൾസേഴ്സ് എന്ന് പറയുന്നത് അല്ലെ. ഓവർ എ ബോണി പ്രോമിനൻസ്, എന്താ ബോണുമായിട്ട് റിലേറ്റഡ് അല്ലെങ്കിൽ ബോണുമായിട്ട് ക്ലോസ്ഡ് ആയിട്ടുള്ള സ്കിന്നിലേക്കാണ് പ്രധാനമായി ഇങ്ങനെ വരുന്ന പ്രഷർ അൾസേഴ്സ് വരുന്നത്. ഇപ്പോഴും നമ്മുടെ പുറം ഭാഗമൊക്കെ നട്ടലിന്റെ ആ ഭാഗമൊക്കെ ബോണുമായിട്ട് കുറച്ചും കൂടി ക്ലോസ്ഡ് ആയിട്ടിരിക്കുകയല്ലേ സ്കിന്ന്. അപ്പൊ ആ ഭാഗത്തൊക്കെയാണ് കൂടുതലും, അങ്ങനെയുള്ള ഏരിയകളിലാണ് കൂടുതലും ഇങ്ങനെയുള്ള പ്രഷർ അൾസേഴ്സ് വഴിയുള്ള ഇഞ്ചുറീസ് ഉണ്ടാകുന്നത്. നോക്കി, ആസ് എ റിസൾട്ട് ഓഫ് പ്രഷർ, ഒന്നല്ലെങ്കിൽ അത് എന്തിന്റെ ഭാഗമായിട്ടായിരിക്കും അവരിങ്ങനെ കിടക്കുമ്പോൾ അവരുടെ പുറം ഭാഗം അല്ലെ ആ താഴ്ഭാഗത്തേക്ക് ഭയങ്കരമായിട്ട് പ്രഷർ അനുഭവപ്പെടുന്നത് കൊണ്ടാവാം. ഓർ പ്രഷർ ഇൻ കൺസോളിഡേഷൻ വിത്ത് ഷിയർ, അതായത് ഇപ്പൊ കത്രികൾ കൊണ്ടുള്ള എന്തെങ്കിലും രീതിയിലുള്ള ചെറിയ മുറിവുകൾ ഉണ്ടായിട്ട് അത് വ്രണപ്പെടുന്നത് കൊണ്ടാവാം. ഓർ ഫ്രിക്ഷൻ, ഉരിയുന്നത് കൊണ്ടും എന്ത് വരാം ഈ പ്രഷർ അൾസേഴ്സ് അല്ലെങ്കിൽ ബെഡ് സോറുകൾ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. നോക്കി, അതിന്റെ ഫോർമുല ഇസ് നമ്പർ ഓഫ് പേഷ്യൻസ് who develop new or worsening of pressure ulcers. അതായത് ആ ഹോസ്പിറ്റലിൽ വരുന്ന എല്ലാ പേഷ്യൻസിനും ഈ പറയുന്ന പ്രഷർ അൾസേഴ്സ് ഉണ്ടാവണമെന്നുണ്ടോ? ഇല്ല അല്ലെ. വളരെ കുറച്ച് പേർക്കായിരിക്കും അത് ഉണ്ടാവുന്നത്. ആ ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട് വരുന്ന പേഷ്യൻസിൽ എത്ര ആളുകൾക്ക് ഇങ്ങനെ പുതിയതായിട്ട് ഈ പ്രഷർ അൾസേഴ്സ് അല്ലെങ്കിൽ ബെഡ് സോറുകൾ പുതിയതായിട്ട് ഡെവലപ്പ് ചെയ്തു അല്ലെങ്കിൽ നിലവിലുണ്ടായിരുന്നത് എന്ത് ചെയ്തു വേഴ്സൺ ചെയ്തു അല്ലെങ്കിൽ മോശമായി അല്ലെങ്കിൽ വഷളായി. പുതിയതായിട്ട് എത്ര പേർക്ക് ഉണ്ടായി, അതോടൊപ്പം തന്നെ ഉണ്ടായിരുന്ന നിലവിൽ ചിലപ്പോൾ ചെറിയ രീതിയിൽ ഉണ്ടായിരിക്കാം, അത് മോശമായത് എത്ര പേർക്ക് അല്ലെങ്കിൽ വഷളായത് എത്ര പേർക്കാണ് അവരുടെ മൊത്തം നമ്പർ ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് പേഷ്യന്റ് ഡേയ്സ് ഇൻടു 1000. ആ ഒരു ഹോസ്പിറ്റലിൽ വരുന്ന പേഷ്യൻസിന്റെ ആകെ എണ്ണം, അതിൽ എത്ര പേർക്ക് ഈ പറയുന്ന എന്ത് പ്രഷർ അൾസേഴ്സ് അല്ലെങ്കിൽ ബെഡ് സോറുകള് പുതിയതായിട്ട് ഡെവലപ്പ് ചെയ്തു അല്ലെങ്കിൽ അവിടെ വേഴ്സൺ ചെയ്ത് അല്ലെങ്കിൽ വഷളായി, ആ ഒരു കണ്ടീഷൻ വഷളായി, അത് എത്ര പേർക്കാണ്. അവിടെ വരുന്ന എല്ലാ പേഷ്യൻസിനും ഇങ്ങനെയുള്ള കണ്ടീഷൻ ഉണ്ടാവില്ല അല്ലെ. അവിടെ വന്നിരിക്കുന്ന എല്ലാ പേഷ്യൻസിന്റെയും എണ്ണം അതിൽ എത്ര പേർക്കാണ് ഈ പറയുന്ന പ്രഷർ അൾസേഴ്സ് അല്ലെങ്കിൽ ബെഡ് സോറുകൾ ഡെവലപ്പ് ചെയ്തത്. പുതിയതായിട്ട് ഡെവലപ്പ് ചെയ്തതാവാം അല്ലെങ്കിൽ നിലവിലുണ്ടായിരുന്നത് വേഴ്സൺ ചെയ്തതും ആവാം. ഇൻടു 1000 ആണ് അത് കാണാനുള്ള ഫോർമുല. കിട്ടിയോ? 12th 1 ക്ലിയർ ആയോ? ഓക്കെ. നോക്കിയേ 13th catheter associated urinary tract infection. എന്താണ് catheter associated urinary tract infection എന്ന് പറഞ്ഞാൽ കേട്ടിട്ടുണ്ടോ നിങ്ങള്? യൂറിൻ പോവാൻ ബുദ്ധിമുട്ടുള്ള പേഷ്യൻസിന് catheter അല്ലെങ്കിൽ ട്യൂബുകൾ കണക്ട് ചെയ്യുന്നത് കേട്ടിട്ടുണ്ടോ? ഉണ്ട് അല്ലെ. അപ്പൊ അതേ സെയിം സിറ്റുവേഷൻസ്. അപ്പൊ ചിലപ്പോ ഒരുപാട് പേർക്ക് ഇതുപോലെ catheter ചെയ്യേണ്ടതായിട്ട് വരും. യൂറിൻ സംബന്ധമായിട്ടുള്ള പ്രോബ്ലം ഉള്ള ഒത്തിരി പേർക്ക് ഇതുപോലെ catheter സഹായത്തോടു കൂടി എന്താണ് റോസമ്മയ്ക്ക് ഡൗട്ട്? ഓരോന്നും എന്തിനാണ് എന്താണ് ഉദ്ദേശിക്കുന്നത്? ഇതിന്റെ നിങ്ങൾക്ക് ജസ്റ്റ് ഫോർമുല മാത്രം നിങ്ങൾ ബൈഹാർട്ട് ചെയ്ത് പഠിച്ചാൽ മതി കേട്ടോ. ഫോർമുല ഇറ്റ്സ് ഇമ്പോർട്ടന്റ് ആണെന്ന് പറയുന്ന കുറച്ചെണ്ണല്ലേ നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുന്നില്ലേ, അത് മാത്രം. അതിന്റെ ഫോർമുലാസ് നിങ്ങൾ ബൈഹാർട്ട് ചെയ്ത് പഠിക്കാം. നിങ്ങൾക്ക് ഡിവിഷൻ ചെയ്തോ അല്ലെങ്കിൽ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് ഒന്നും വരില്ല. കാൽക്കുലേറ്റ് ചെയ്യാനോ കാര്യങ്ങളോ ഒന്നും ചോദിക്കാറില്ല ക്വസ്റ്റ്യന്. ജസ്റ്റ് നിങ്ങൾക്ക് ഈ ഫോർമുല ഇതിന്റെ ഫോർമുല ഫൈൻഡ് ഔട്ട് ചെയ്യും അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ്സിന്റെ മോർട്ടാലിറ്റി റേഷ്യോന്റെ ഫോർമുല ഫൈൻഡ് ഔട്ട് ചെയ്യാൻ ചോദിക്കും. ആ ഒരു ഓപ്ഷനില് ആ 4 ഫോർമുലാസ്
തെറ്റായ രീതിയിൽ 3 എണ്ണം കൊടുത്തിട്ടുണ്ടാവും, ശരിയായ ഒരെണ്ണം കൊടുത്തിട്ടുണ്ടാവും. അതിൽ കൃത്യമായിട്ടുള്ള ഫോർമുല ഐഡന്റിഫൈ ചെയ്യാൻ മാത്രമേ നിങ്ങളോട് ചോദിക്കുള്ളൂ. കാൽക്കുലേഷൻസ് ഒന്നും ഉണ്ടാവില്ല കേട്ടോ. കാൽക്കുലേഷൻ ഒന്നും നിങ്ങൾക്ക് വേണ്ട. ജസ്റ്റ് ആ ഒരു 32 എണ്ണത്തിന്റെയും ഫോർമുല നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി തന്നിരിക്കുന്നതാണ്. അത് കാൽക്കുലേറ്റ് ചെയ്യാനൊക്കെ എന്ത് ചെയ്യാം, നമുക്ക് നമ്മളെ തീരുവോ, നമ്മുടെ സമയം 1 മണിക്കൂർ 1.5 മണിക്കൂറല്ലേ എക്സാമിനുള്ളൂ. അങ്ങനെയൊന്നും ചോദിക്കില്ല. ജസ്റ്റ് ആ ഫോർമുലാസ് പഠിക്കുക, കൃത്യമായിട്ടുള്ള ഫോർമുല ഐഡന്റിഫൈ ചെയ്ത് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ കണ്ടുപിടിക്കാം. ഇത്ര മാത്രം. കാൽക്കുലേഷൻ ഒന്നും വരുന്നില്ല കേട്ടോ. ഫോർമുല മാത്രം ജസ്റ്റ് പറയുന്ന ആ ഒരു കുറച്ചെണ്ണം ഇമ്പോർട്ടന്റ് ആയിട്ട് പറയുന്നില്ലേ, ആ ഇമ്പോർട്ടന്റ് ആയിട്ട് പറയുന്നത് നിങ്ങൾ ബൈ ഹാർട്ട് ചെയ്ത് തന്നെ പഠിക്കാം കേട്ടോ. ലാസ്റ്റ് നമുക്ക് ഒന്നും കൂടി പറയാം കേട്ടോ, ഏതൊക്കെ ഇമ്പോർട്ടന്റ് എന്നുള്ളത് ഒന്നും കൂടി ലാസ്റ്റ് ആ 32 എണ്ണം കഴിഞ്ഞ് കഴിയുമ്പോൾ ഒന്നും കൂടി മിസ് കൺഫേം ചെയ്ത് പറയാം കേട്ടോ. ഓക്കെ, ക്ലിയർ ആയോ റോസമ്മയ്ക്ക്? ഓക്കെ, ഇനി ശ്രദ്ധിക്കാം കേട്ടോ. നോക്കി ഇവിടെ ശ്രദ്ധിച്ചേ, നമ്മൾ എത്രാമത്തെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടീച്ചർ അസോസിയേറ്റഡ് യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ റേറ്റ് അല്ലേ പറഞ്ഞേ. നോക്കി ഇവിടെ യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ റേറ്റ്, അതായത് ഇങ്ങനെ യൂറിൻ പോവാൻ ബുദ്ധിമുട്ടുള്ള, അതിന്റെ സർജറിയുമായി ബന്ധപ്പെട്ടവർക്കാവാം, അല്ലെങ്കിൽ ചിലർക്ക് യൂറിൻ പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടാവും, പ്രായമായതിന്റെ ആവാം, അങ്ങനെ എന്തും ആയിക്കോട്ടെ. അങ്ങനെയുള്ള അങ്ങനെയുള്ള കേസുകൾ വരുമ്പോ അവിടെ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, അവർക്ക് ഇങ്ങനെയുള്ള കത്തീറ്റേഴ്സ് അല്ലെങ്കിൽ ട്യൂബുകൾ അവർക്ക് ഘടിപ്പിച്ച് കൊടുത്തിട്ട് വേണം അവർക്ക് ആ യൂറിൻ പോവാനായിട്ടുള്ള സൗകര്യം ചെയ്തു കൊടുക്കാനായിട്ട് അല്ലെ. അപ്പൊ അവിടെ ഒരുപാട് പേഷ്യൻസ് ഇങ്ങനെ എന്തിനു വേണ്ടി വരാറുണ്ട്, ഈ കത്തീറ്ററൈസേഷൻ അല്ലെങ്കിൽ കത്തീറ്റർ പ്ലേസ് ചെയ്യാനായിട്ട് വരാറുണ്ട്. അപ്പൊ ചില ആളുകൾക്ക് ഇങ്ങനെ കത്തീറ്റർ പ്ലേസ് ചെയ്യുന്ന സമയത്ത് അവിടെ എന്തുണ്ടാവാൻ സാധ്യതയുണ്ട്, യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻസ് ഉണ്ടാവാനായിട്ടുള്ള സാധ്യതയുണ്ട്. അതെല്ലാം അവിടെ കത്തീറ്റർ ഉപയോഗിക്കുന്ന എല്ലാവർക്കും എന്തുണ്ടാവില്ല, ആ യൂറിനറി ഇൻഫെക്ഷൻസ് ഉണ്ടാവാൻ ചാൻസ് ഇല്ല. എല്ലാവർക്കും ഉണ്ടാവണമെന്നില്ല. അത് ചിലവർക്ക് ഇങ്ങനെയുള്ള യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻസ് ഉണ്ടാവുന്നുണ്ട്. അതിന്റെ റേറ്റ് എത്ര പേർക്കാണ് അങ്ങനെ യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻസ് ഉണ്ടാവുന്നത്, അതിന്റെ റേറ്റ് ആണ് ഇവിടെ നോക്കുന്നത്. നോക്കിയേ, ഫോർമുല നമ്പർ ഓഫ് യൂറിനറി കത്തീറ്റർ അസോസിയേറ്റഡ് UTIs ഇൻ എ മന്ത്. ഒരു മാസത്തിൽ യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻസ്, അതായത് കത്തീറ്റർ യൂറിനറി കത്തീറ്റേഴ്സ് ഉപയോഗിച്ച് അതുമായി ബന്ധപ്പെട്ട് വരുന്ന യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻസ് ഉണ്ടായിട്ടുള്ള പേഷ്യൻസിന്റെ എണ്ണം ഒരു മാസത്തിൽ കണക്കെടുക്കുമ്പോൾ ഒരു മാസത്തിൽ എത്ര ആളുകൾക്ക് ഇങ്ങനെ കത്തീറ്റർ ഉപയോഗിച്ചുകൊണ്ട് അതുമായി ബന്ധപ്പെട്ട് യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻസ് ഉണ്ടായിട്ടുണ്ട്, ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് യൂറിനറി കത്തീറ്റർ ഡേയ്സ് ഇൻ ദാറ്റ് മന്ത്. ആ ഒരു മാസത്തില് എത്ര ആളുകളാണ് അവിടെ യൂറിനറി കത്തീറ്റേഴ്സ് യൂസ് ചെയ്തിട്ടുള്ളത്. ഒരുപാട് പേര് അവിടെ യൂസ് ചെയ്തിട്ടുണ്ടാവില്ലേ, ഇല്ലേ? ആ ഒരു മാസത്തിൽ ഇപ്പൊ ഒരുപാട് പേര് യൂസ് ചെയ്തിട്ടുണ്ടാവും യൂറിനറി കത്തീറ്റേഴ്സ്. ആ യൂറിനറി കത്തീറ്റേഴ്സ് ഉപയോഗിച്ച എല്ലാവരുടെയും എണ്ണം, അതിൽ എത്ര പേർക്ക് അതുമായി ബന്ധപ്പെട്ട് എന്ത് വന്നു, യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻസ് ഉണ്ടായി, അതാണ് ന്യൂമറേറ്ററിൽ വരുന്നത്. ഇൻറ്റു 1000 ആണ് അതിന്റെ ഫോർമുല. എന്താണ്, നമ്പർ ഓഫ് യൂറിനറി കത്തീറ്റർ അസോസിയേറ്റഡ് UTIs ഇൻ എ മന്ത്. ഒരു മാസത്തില് UTIs യൂറിനറി കത്തീറ്ററുമായി ബന്ധപ്പെട്ട് യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻസ് ഉണ്ടായിട്ടുള്ള ആളുകളുടെ പേഷ്യൻസിന്റെ എണ്ണം ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് യൂറിനറി കത്തീറ്റർ ഡേയ്സ് ഇൻ ദാറ്റ് മന്ത് ഇൻറ്റു 1000. എന്താ, ആ ഒരു മാസത്തില് എന്ത് ചെയ്യുന്നുണ്ട്, എത്ര ആളുകൾക്കാണ് എന്ത് യൂറിനറി കത്തീറ്റേഴ്സ് പ്ലേസ് ചെയ്തിരിക്കുന്നത്, അത് എത്ര പേരുണ്ട്, അവരുടെ ടോട്ടൽ നമ്പർ, അതിലെത്ര പേർക്ക് ഈ പറയുന്ന ഇൻഫെക്ഷൻസ് ഉണ്ടായി, ഇൻറ്റു 1000 ആണ് അത് കാണാനുള്ള ഫോർമുല. ക്ലിയർ ആണോ? 13th ക്ലിയർ ആണോ? ഓക്കെ. 14th നോക്കിയേ, വെന്റിലേറ്റർ അസോസിയേറ്റഡ് ന്യൂമോണിയ റേറ്റ്. എന്താ വെന്റിലേറ്റർ അസോസിയേറ്റഡ് ന്യൂമോണിയ റേറ്റ്? നിങ്ങൾക്ക് നമ്മൾ കത്തീറ്റർ അസോസിയേറ്റഡ് ആയിട്ടുള്ള പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, വെന്റിലേറ്ററിൽ കിടക്കുന്ന പേഷ്യൻസിന് വെന്റിലേറ്ററുമായി ബന്ധപ്പെട്ട് ന്യൂമോണിയാസ് വരുന്ന കേസുകൾ കേട്ടിട്ടുണ്ടാവും. ന്യൂമോണിയ വരുന്ന കേസുകള് വെന്റിലേറ്ററുമായി ബന്ധപ്പെട്ട് അങ്ങനെ എത്ര പേഷ്യൻസിന് ഇതുപോലെ വെന്റിലേറ്ററുമായി ബന്ധപ്പെട്ട് ന്യൂമോണിയ വന്നിട്ടുണ്ട്, അവരുടെ റേറ്റ് ആണ് നമ്മൾ ഇവിടെ നോക്കുന്നത് കേട്ടോ. നോക്കിയ ഫോർമുല നമ്പർ ഓഫ് വെന്റിലേറ്റർ അസോസിയേറ്റഡ് ന്യൂമോണിയ ഇൻ എ മന്ത്. ഒരു മാസത്തിൽ വെന്റിലേറ്റർ അസോസിയേറ്റഡ് ന്യൂമോണിയ, ഈ വെന്റിലേറ്ററുമായി ബന്ധപ്പെട്ട് ന്യൂമോണിയ വന്ന ആകെ പേഷ്യൻസിന്റെ എണ്ണം ഡിവൈഡഡ് ബൈ
നമ്പർ ഓഫ് വെന്റിലേറ്റർ ഡേയ്സ് ഇൻ ദാറ്റ് മന്ത്. ആ ഒരു മാസത്തില് എത്ര ആളുകൾ വെന്റിലേറ്റർ ഉപയോഗിച്ചു. അവിടെ വെന്റിലേറ്റർ ഉപയോഗിക്കുന്ന എല്ലാ ആളുകൾക്കും എന്ത് വരില്ല, ന്യൂമോണിയാസ് വരണം എന്നില്ല അല്ലെ. വളരെ കുറച്ച് പേർക്കായിരിക്കും അതുമായി ബന്ധപ്പെട്ട് ന്യൂമോണിയ വന്നിരിക്കുന്നത്. അപ്പൊ എത്ര പേര് ആ ഒരു മാസത്തിൽ വെന്റിലേറ്റേഴ്സ് ഉപയോഗിച്ചു, അതിൽ എത്ര പേർക്ക് എന്ത് വന്നു, അതുമായി ബന്ധപ്പെട്ട് ന്യൂമോണിയാസ് വന്നു. ഇൻറ്റു 1000 ആണ് അത് കാണാനുള്ള ഫോർമുല. വെന്റിലേറ്റർ അസോസിയേറ്റഡ് ന്യൂമോണിയ റേറ്റ്. ക്ലിയർ ആണോ? 14th ക്ലിയർ ആണോ? ഓക്കെ. Then 15th നോക്കിയേ, സെൻട്രൽ ലൈൻ അസോസിയേറ്റഡ് ബ്ലഡ് സ്ട്രീം ഇൻഫെക്ഷൻ റേറ്റ്. എന്താ സെൻട്രൽ ലൈൻ എന്ന് പറഞ്ഞാൽ? എന്താ കേട്ടിട്ടുണ്ടോ? സെൻട്രൽ ലൈൻ നമ്മൾ കാൽക്കുലേഷൻ ഒക്കെ ചെയ്യാറില്ലേ? അതായത് ലോങ് വെയിനിലേക്ക് ലോങ് ആയിട്ടുള്ള തിൻ ട്യൂബുകൾ കണക്ട് ചെയ്യുന്നത്, ഡ്രിപ്സ് ഒക്കെ ഇടാൻ വേണ്ടിയിട്ട് ചെയ്യാറില്ലേ ലാർജ് വെയിൻസിലേക്ക്. അപ്പൊ അതിലെങ്കിൽ ഫ്ലൂയിഡ്സ്, ഇപ്പൊ ഡ്രിപ്സ് പോലുള്ള ഫ്ലൂയിഡുകൾ കൊടുക്കാനാവാം, അല്ലെങ്കിലോ എന്തെങ്കിലും മരുന്നുകൾ കൊടുക്കാനാവാം അല്ലെ, അല്ലെങ്കിൽ ബ്ലഡ് കൊടുക്കാൻ വേണ്ടിയിട്ടാവാം. അതിനു വേണ്ടിയാണ് പ്രധാനമായിട്ടും ഈ ലാർജ് വെയിനിലേക്ക് നമ്മൾ തിൻ ആൻഡ് ലോങ് ട്യൂബുകൾ പ്ലേസ് ചെയ്യുന്നത്. അങ്ങനെയുള്ള ട്യൂബുകൾ പ്ലേസ് ചെയ്യുമ്പോൾ അതാണ് ഈ സെൻട്രൽ ലൈൻ എന്നൊക്കെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പൊ അങ്ങനെ ട്യൂബുകൾ പ്ലേസ് ചെയ്യുമ്പോൾ, അങ്ങനെയുള്ള കാനുലാസ് ഒക്കെ സെറ്റ് ചെയ്യുമ്പോൾ ചില ആളുകൾക്ക് അതുമായി ബന്ധപ്പെട്ട് ബ്ലഡിൽ എന്ത് വരാൻ സാധ്യതയുണ്ട്, ഇൻഫെക്ഷൻസ് വരാൻ സാധ്യതയുണ്ട്, ബ്ലഡ് സ്ട്രീം ഇൻഫെക്ഷൻസ് വരാൻ സാധ്യതയുണ്ട്. അപ്പൊ എത്ര പേർക്ക് ഇങ്ങനെയുള്ള ബ്ലഡ് സ്ട്രീം ഇൻഫെക്ഷൻസ് ഈ സെൻട്രൽ ലൈനുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടുണ്ട്, അതിന്റെ റേറ്റ് ആണ് 15th നോക്കുന്നത്. നോക്കിയ ഫോർമുല, നമ്പർ ഓഫ് സെൻട്രൽ ലൈൻ അസോസിയേറ്റഡ് ബ്ലഡ് സ്ട്രീം ഇൻഫെക്ഷൻസ് ഇൻ എ മന്ത്. ഒരു മാസത്തിൽ എത്ര ആളുകൾക്ക് ഇങ്ങനെ സെൻട്രൽ ലൈനുമായി ബന്ധപ്പെട്ട് ബ്ലഡ് സ്ട്രീം ഇൻഫെക്ഷൻസ് ഉണ്ടായിട്ടുണ്ട്, ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് സെൻട്രൽ ലൈൻ ഡേയ്സ് ഇൻ ദാറ്റ് മന്ത്. ആ ഒരു മാസത്തിൽ ഒരുപാട് പേർക്ക് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടാവും, ഈ സെൻട്രൽ ലൈൻ പ്രൊസീജിയർ ചെയ്തിട്ടുണ്ടാവും അല്ലെ. ഒരുപാട് പേർക്ക് ചെയ്തിട്ടുണ്ടാവും. അതിൽ എല്ലാവർക്കും ഇങ്ങനെയുള്ള ഇൻഫെക്ഷൻസ് ഉണ്ടാവില്ല അല്ലെ. അപ്പൊ അവിടെ എത്ര പേർക്ക് ആ ഒരു മാസത്തിൽ ഇങ്ങനെയുള്ള സെൻട്രൽ ലൈൻ പ്രൊസീജിയർ ചെയ്തിട്ടുണ്ട്, അവരുടെ എണ്ണം. അതിൽ എത്ര പേർക്ക് ഈ പറയുന്ന പോലെയുള്ള ബ്ലഡ് സ്ട്രീമുമായി ബന്ധപ്പെട്ട് ഇൻഫെക്ഷൻസ് വന്നു, ഇൻറ്റു 1000 ആണ് സെൻട്രൽ ലൈൻ അസോസിയേറ്റഡ് ബ്ലഡ് സ്ട്രീം ഇൻഫെക്ഷൻ റേറ്റ് കാണാനുള്ള ഫോർമുല എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? സെൻട്രൽ ലൈൻ അസോസിയേറ്റഡ് ബ്ലഡ് സ്ട്രീം ഇൻഫെക്ഷൻ റേറ്റ്. ഓക്കെ അല്ലേ? ഓക്കെ. Then 16th നോക്കിയേ, സർജിക്കൽ സൈറ്റ് ഇൻഫെക്ഷൻ റേറ്റ്. എന്താ സർജിക്കൽ സൈറ്റ് ഇൻഫെക്ഷൻ ഒക്കെ നമ്മൾ പഠിച്ചതാണ് അല്ലെ. SSI എന്നൊക്കെ ഷോർട്ട് ആക്കി നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ. പല കാരണങ്ങൾ കൊണ്ട് സർജിക്കൽ സൈറ്റ്, എന്താണ് സർജറി ചെയ്ത ആ സ്പെസിഫിക് ഏരിയയിൽ വരുന്ന ഇൻഫെക്ഷൻസിനെയാണ് നമ്മൾ സർജിക്കൽ സൈറ്റ് ഇൻഫെക്ഷൻ എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ പ്രധാനമായിട്ടും ഈ സ്റ്റെറിലൈസ്ഡ് അല്ലാത്ത ഉപകരണങ്ങൾ വഴി സർജറീസ് ഒക്കെ ചെയ്തത് കൊണ്ടാവാം കൂടുതലും അങ്ങനെയുള്ള ഇൻഫെക്ഷൻസ് വരുന്നത് അല്ലെ. അപ്പൊ എത്രത്തോളം അങ്ങനെയുള്ള ഇൻഫെക്ഷൻസ് വന്നിട്ടുണ്ട് അതിന്റെ റേറ്റ് ആണ് നമ്മൾ നോക്കുന്നത്. നോക്കിയ ഫോർമുല, നമ്പർ ഓഫ് സർജിക്കൽ സൈറ്റ് ഇൻഫെക്ഷൻസ് ഇൻ എ ഗിവൺ മന്ത്. ഒരു മാസത്തിൽ എത്ര സർജിക്കൽ സൈറ്റ് ഇൻഫെക്ഷൻസ് ആണ് ഉണ്ടായത്, അതിന്റെ എണ്ണം, ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് സർജറീസ് പെർഫോംഡ് ഇൻ ദാറ്റ് മന്ത്. ആ ഒരു മാസത്തിൽ സർജറി നടത്തിയ സർജറികളുടെ ആകെ എണ്ണം, ഇൻറ്റു 100. നമ്മൾ നടത്തിയ എല്ലാ സർജറികളുടെയും അവസാനം ചിലപ്പോൾ ഇങ്ങനെയുള്ള സർജിക്കൽ സൈറ്റ് ഇൻഫെക്ഷൻസ് ഉണ്ടാവുന്നുണ്ടോ? ഇല്ല അല്ലെ. വളരെ കുറച്ച് മാത്രമേ. എന്താണ് ചോദിക്കുന്ന ഫോർമുലയുടെ എക്സാമ്പിളോ? മോക്ക് ടെസ്റ്റുകളിൽ വിസിറ്റ് തരാറില്ലേ? അന്നത്തെ എടുക്കുന്നതിന്റെ മോക്ക് ടെസ്റ്റുകൾ ഉണ്ടാവും കേട്ടോ. ഇന്ന് മുതൽ വരുന്ന ഇന്നത്തെ ക്ലാസ്സിന്റെ മോക്ക് ടെസ്റ്റുകളിൽ അതിന് കൃത്യമായിട്ടുള്ള ഫോർമുല എങ്ങനെയാണ് ഓരോ ക്വസ്റ്റ്യനും വരുന്നത് എന്നുള്ളതിന്റെ മോഡൽ ഉണ്ടാവും കേട്ടോ. ക്ലിയർ ആണോ? എന്താണ് ഫൈൻഡ് ഔട്ട് ദ ഫോർമുല എന്നായിരിക്കും. ഫൈൻഡ് ഔട്ട് ദ ഫോർമുല, ഫൈൻഡ് ഔട്ട് ദ ഫോർമുല ഫോർ സർജിക്കൽ സൈറ്റ് ഇൻഫെക്ഷൻ റേറ്റ് ആണ് കാണാൻ ചോദിക്കുന്നതെന്ന് വിചാരിക്കാം. അപ്പൊ കൃത്യമായിട്ടുള്ള ഫോർമുല നിങ്ങൾ ബൈ ഹാർട്ട് ചെയ്ത് പഠിച്ചു വെക്കുകയാണെങ്കിൽ അതിന്റെ കൃത്യമായിട്ടുള്ള ഒരു ഫോർമുല ഓൾറെഡി കൊടുത്തിട്ടുണ്ടാവും. ഒരു ഓപ്ഷനിൽ ഒരെണ്ണം കൊടുത്തിട്ടുണ്ടാവും, കൃത്യമായിട്ടുള്ള കറക്റ്റ് ആൻസർ ഫോർമുല കൊടുത്തിട്ടുണ്ടാവും. ഇനി മറ്റു ഓപ്ഷനുകൾ ചിലപ്പോ ഒരെണ്ണം എന്തായിരിക്കാം, ഡിനോമിനേറ്ററിലുള്ളത് ന്യൂമറേറ്ററിലേക്ക് കയറ്റി എഴുതാം. അതുപോലെ തന്നെ ന്യൂമറേറ്റർ താഴെയും എഴുതാം. അങ്ങനെ
വരാറുണ്ട്. അതുപോലെ തന്നെ ചിലപ്പോ ഡിവൈഡഡ് ബൈ എന്നുള്ളത് ചിലപ്പോ മൾട്ടിപ്ലൈ ചെയ്ത് എഴുതിയിട്ടുണ്ടാവും. ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും രണ്ടും തമ്മിൽ ചിലപ്പോ മൾട്ടിപ്ലൈ ചെയ്ത് എഴുതാം. മനസ്സിലായോ? അല്ലെങ്കിൽ ഇൻറ്റു 100 എന്നുള്ളത് ചിലപ്പോ -100 ഇടാം. ക്ലിയർ ആവുന്നുണ്ടോ? അങ്ങനെ പല ഓപ്ഷൻസിലും ഫോർമുലാസിൽ ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ വരുത്തി അവരെന്ത് ചെയ്തിട്ടുണ്ടാവും, കൊടുക്കും. അതിൽ കൃത്യമായിട്ട് നിങ്ങൾ അതെല്ലാം കണ്ടുപിടിക്കണമെങ്കിൽ നിങ്ങൾ കൃത്യമായിട്ട് അത് എന്ത് ചെയ്യണം, ബൈഹാർട്ട് ചെയ്ത് പഠിച്ചു വെച്ചാലേ പറ്റുള്ളൂ, അല്ലെ? അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരും ആ സമയത്ത് ഓപ്ഷൻസ് നോക്കുമ്പോ. മനസ്സിലായോ? ഇത്രയും ഫോർമുലാസ് ഉള്ളത് കൊണ്ട് തന്നെ 1-2 ഫോർമുലാസ് ചോദിക്കാനുള്ള ചാൻസ് കൂടുതലാണ് കേട്ടോ. അതുകൊണ്ടാണ് മിസ് കുറച്ചെണ്ണം നിങ്ങൾക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് നോട്ട് ചെയ്ത് തരുന്നത്. ക്ലിയർ അല്ലേ റോസമ്മ? ഓക്കെ, നോക്കിയേ. ഇപ്പൊ സർജിക്കൽ സൈറ്റ് ഇൻഫെക്ഷൻ റേറ്റ്, ദ നമ്പർ ഓഫ് സർജിക്കൽ സൈറ്റ് ഇൻഫെക്ഷൻസ് ഇൻ എ ഗിവൺ മന്ത്. ഒരു മാസത്തിൽ എത്ര സർജിക്കൽ സൈറ്റ് ഇൻഫെക്ഷൻസ് ആണ് ഉണ്ടായിരിക്കുന്നത്, അതിന്റെ എണ്ണം ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് സർജറീസ് പെർഫോംഡ് ഇൻ ദാറ്റ് മന്ത്. ആ ഒരു മാസത്തിൽ നടത്തിയ സർജറികളുടെ എണ്ണം, അതിൽ എത്ര എണ്ണം ഇങ്ങനെ സർജിക്കൽ സൈറ്റ് ഇൻഫെക്ഷൻസ് ഉണ്ടായി ഇൻറ്റു 100 ആണ് സർജിക്കൽ സൈറ്റ് ഇൻഫെക്ഷൻ റേറ്റ് കാണാനുള്ള ഫോർമുല. ക്ലിയർ ആണോ? 16th വൺ ക്ലിയർ ആണോ? ഓക്കെ, 17th നോക്കിയേ. ഓക്കെ, ആ ഒരു പേജിൽ നമ്മൾ നോട്ട് ചെയ്തില്ലല്ലോ, അല്ലെ? ആ ഒരു പേജിൽ ഞങ്ങൾ 14th നോട്ട് ചെയ്യാം കേട്ടോ, 14ാമത്തെ. അതുപോലെ 16th ഇപ്പൊ പറഞ്ഞത് സർജിക്കൽ സൈറ്റ് ഇൻഫെക്ഷൻ റേറ്റ് മാർക്ക് ചെയ്യുക കേട്ടോ, ഇമ്പോർട്ടന്റ് ആയിട്ട്. ഓക്കെ, നെക്സ്റ്റ് പേജിലേക്ക് പോവാണ്. നമ്മള് ഹാൻഡ് ഹൈജീൻ കംപ്ലൈൻസ് റേറ്റ്. എന്താ നമ്മുടെ ഹാൻഡ് ഹൈജീൻ കംപ്ലൈൻസ് റേറ്റ് എന്ന് പറഞ്ഞാൽ ഹാൻഡ് ഹൈജീൻ പാലിക്കുന്നവരുടെ എണ്ണം, അല്ലെ? കംപ്ലൈൻസ് എന്ന് പറഞ്ഞാൽ പാലിക്കുന്നവരുടെ എണ്ണം. നമ്മുടെ ഓൾറെഡി ഫസ്റ്റ് നമ്മൾ പഠിച്ചില്ലായിരുന്നോ, സേഫ്റ്റി പ്രിക്കോഷൻസ് പാലിക്കുന്ന ജീവനക്കാരുടെ റേറ്റ് എടുത്തില്ലേ നമ്മള്, പെർസെന്റേജ്. സേഫ്റ്റി പ്രിക്കോഷൻസ് പാലിക്കുന്നവരുടെ ഡയഗ്നോസ്റ്റിക് വിഭാഗത്തില് ജോലി ചെയ്യുന്ന ജീവനക്കാര് എത്ര പേര് സേഫ്റ്റി പ്രിക്കോഷൻസ് പാലിക്കുന്നുണ്ട്, അതിന്റെ റേറ്റ് എടുത്തില്ലേ? അതുപോലെ തന്നെ ഇവിടെ ഹാൻഡ് ഹൈജീൻസ് അല്ലെങ്കിൽ ഹാൻഡ് ഹൈജീൻ പാലിക്കുന്നവര് എത്ര പേരുണ്ട്, അതിന്റെ റേറ്റ് എങ്ങനെയാണ് നോക്കിയേ. ഫോർമുല ടോട്ടൽ നമ്പർ ഓഫ് ഹാൻഡ് ഹൈജീൻ ആക്ഷൻസ് പെർഫോംഡ്. എന്താ അവിടെ മൊത്തം ഹാൻഡ് ഹൈജീൻ ആക്ഷൻസ് പ്രവർത്തനങ്ങളുടെ ആകെ എണ്ണം, എത്ര ഹാൻഡ് ഹൈജീൻ പ്രവർത്തനങ്ങൾ അവിടെ നടന്നിട്ടുണ്ട്, ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ഹാൻഡ് ഹൈജീൻ ഓപ്പർച്യൂണിറ്റീസ്. ഹാൻഡ് ഹൈജീൻ ചെയ്യാനുള്ള അവസരങ്ങളുടെ ആകെ എണ്ണം, അങ്ങനെ എത്ര അവസരങ്ങൾ ഉണ്ടായിരുന്നു, അതിൽ എത്ര അവസരങ്ങൾ എന്ത് ചെയ്തു അവര് നടപ്പിലാക്കി, അല്ലെ? ചിലപ്പോൾ ഒരു 100 അവസരങ്ങൾ ഹാൻഡ് ഹൈജീനുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ നടത്താനുള്ള അവസരങ്ങൾ എത്ര എണ്ണമുണ്ട്, അങ്ങനെ അതാണ് ഡിനോമിനേറ്റർ വരുന്നത്. ടോട്ടൽ നമ്പർ ഓഫ് ഹാൻഡ് ഹൈജീൻ ഓപ്പർച്യൂണിറ്റീസ്, ഹാൻഡ് ഹൈജീൻ നടത്താനുള്ള അവസരങ്ങളുടെ ആകെ എണ്ണം, അതിൽ എത്ര എണ്ണം അവരെന്ത് ചെയ്തു, എത്ര പ്രവർത്തനങ്ങൾ അവർ നടപ്പിലാക്കിയിട്ടുണ്ട്, അതാണ് ടോട്ടൽ നമ്പർ ഓഫ് ഹാൻഡ് ഹൈജീൻ ആക്ഷൻസ് പെർഫോംഡ്. അവിടെ നടപ്പിലാക്കിയ ഹാൻഡ് ഹൈജീനുമായി ബന്ധപ്പെട്ട നടപ്പിലാക്കിയ പ്രവർത്തനങ്ങളുടെ എണ്ണം ഇൻറ്റു 100. ക്ലിയർ ആണോ? അത് ഹാൻഡ് ഹൈജീൻ കംപ്ലൈൻസ് റേറ്റ്, ഹാൻഡ് ഹൈജീൻ പാലിക്കുന്നവരുടെ റേറ്റ് ആണ് നമ്മളിവിടെ നോക്കുന്നത്. ഫോർമുല എന്താ? ടോട്ടൽ നമ്പർ ഓഫ് ഹാൻഡ് ഹൈജീൻ ആക്ഷൻസ് പെർഫോംഡ്. അവിടെ നടത്തിയ ഹാൻഡ് ഹൈജീനുമായി ബന്ധപ്പെട്ട് നടത്തിയ പ്രവർത്തനങ്ങളുടെ എണ്ണം ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ഹാൻഡ് ഹൈജീൻ ഓപ്പർച്യൂണിറ്റീസ്. ഹാൻഡ് ഹൈജീൻ ചെയ്യാനുള്ള അവസരങ്ങളുടെ ആകെ എണ്ണം, അതിൽ എത്ര എണ്ണം അവർ നടപ്പിലാക്കി ഇൻറ്റു 100. കിട്ടിയോ? 17th ക്ലിയർ ആണോ? ഓക്കെ, 18th നോക്കിയേ. Percentage of cases who received appropriate prophylactic antibiotics within the specified time frame. എന്താ? ഒരു നിർദ്ദിഷ്ട സമയത്ത് ആന്റിബയോട്ടിക്സ്, അതായത് സർജറി അല്ലെങ്കിൽ ഓപ്പറേഷൻസ് സർജറി കഴിഞ്ഞ് കഴിയുമ്പോ അവര് അതിൽ എത്ര പേര് പ്രോഫിലാക്റ്റിക് രോഗപ്രതിരോധത്തിനായി ആന്റിബയോട്ടിക്സ് സ്വീകരിച്ചു. അപ്പൊ സർജറി കഴിഞ്ഞ എല്ലാവരും ചിലപ്പോ ആന്റിബയോട്ടിക്സ് സ്വീകരിച്ചിട്ടുണ്ടാവില്ല. അപ്പൊ സർജറി കഴിഞ്ഞ എത്ര പേരാണ് അവരുടെ രോഗപ്രതിരോധത്തിനായി ആന്റിബയോട്ടിക്സ് സ്വീകരിച്ചത്, അങ്ങനെയുള്ള കേസുകളുടെ പെർസെന്റേജ് ആണ് ഇവിടെ എടുക്കുന്നത്.
ക്ലിയർ ആയോ? ആന്റിബയോട്ടിക് ഒരു നിർദ്ദിഷ്ട സമയം, ഒരു സ്പെസിഫിക് ടൈം പീരീഡ് ഉണ്ട്. ആ ഒരു ടൈം പീരീഡിനുള്ളില് സർജറിക്ക് ശേഷം, സർജറി കഴിഞ്ഞ ആളുകളില് എത്ര പേര് അവരുടെ രോഗനിർണയത്തിനായി, രോഗപ്രതിരോധത്തിനായിട്ട് എന്തെടുത്തു? ആന്റിബയോട്ടിക്സ് റിസീവ് ചെയ്തു അല്ലെങ്കിൽ സ്വീകരിച്ചു. അവരുടെ പെർസെന്റേജ് ആണ് ഇവിടെ കാണുന്നത്. ക്ലിയർ ആയോ? നോക്കിയ ഫോർമുല, നമ്പർ ഓഫ് പേഷ്യൻസ് who did receive appropriate prophylactic antibiotics. എത്ര ആളുകളാണ് സർജറിക്ക് ശേഷം എന്ത് ചെയ്തത്? അവരുടെ രോഗപ്രതിരോധത്തിനായിട്ട് ആന്റിബയോട്ടിക്സ് എത്ര പേരാണോ സ്വീകരിച്ചത് അവരുടെ എണ്ണം ഡിവൈഡഡ് ബൈ number of patients who underwent surgeries in the OT. ഓപ്പറേഷൻ തിയേറ്ററില് സർജറിക്ക് വിധേയമായവരുടെ ആകെ എണ്ണം. ഓപ്പറേഷൻ തിയേറ്ററിൽ ഒരുപാട് പേര് സർജറിക്ക് വിധേയമായിട്ടുണ്ടാവും അല്ലെ? അവരുടെ ആകെ എണ്ണത്തിൽ എത്ര പേരാണ് സർജറി കഴിഞ്ഞതിന് ശേഷം ആന്റിബയോട്ടിക്സ് സ്വീകരിച്ചത്? ഇൻറ്റു 100 ആണ് അത് കാണാനുള്ള ഫോർമുല. ക്ലിയർ ആയോ? പെർസെന്റേജ് ഓഫ് കേസസ് who received appropriate prophylactic antibiotics within the specified time frame. ഒരു നിർദ്ദിഷ്ട സമയ പരിധിക്കുള്ളില് അവർ ആന്റിബയോട്ടിക്സ് എന്തിനു വേണ്ടിയാണ്? രോഗപ്രതിരോധത്തിനായി ആന്റിബയോട്ടിക്സ് സ്വീകരിച്ചവരുടെ എണ്ണമാണ്. അപ്പൊ ഒത്തിരി സർജറി അവിടെ നടന്നിട്ടുണ്ടാവും. അതിൽ എത്ര സർജറികളിൽ അവിടെ നടന്നിട്ടുള്ള സർജറികൾ അല്ലെങ്കിൽ സർജറിക്ക് വിധേയമായ ആളുകളുടെ ആകെ എണ്ണം, അതിൽ എത്ര പേര് സർജറിക്ക് ശേഷം ഈ രോഗപ്രതിരോധത്തിനായി ആന്റിബയോട്ടിക്സ് സ്വീകരിച്ചു ഇൻറ്റു 100 ചെയ്താല് 18ന്റെ റേറ്റ് കിട്ടും. ക്ലിയർ ആണോ? 18ാമത്തെ. ഓക്കെ, 19th നോക്കിയേ, പെർസെന്റേജ് ഓഫ് റീഷെഡ്യൂളിംഗ് ഓഫ് സർജറീസ്. സർജറീസ് റീഷെഡ്യൂളിംഗ്, മാറ്റിവെക്കുന്നതൊക്കെ കേട്ടിട്ടില്ലേ? സർജറികള് ചില സർജറി ഒക്കെ മാറ്റിവെക്കാറുണ്ട് അല്ലെ? അപ്പൊ അങ്ങനെ റീഷെഡ്യൂൾ ചെയ്യുന്ന സർജറികളുടെ പെർസെന്റേജ് ആണ് ഇവിടെ നോക്കുന്നത്. നോക്കിയേ, റീഷെഡ്യൂളിംഗ് ഓഫ് സർജറീസ് കൺസിസ്റ്റ് ഓഫ് cancellation and postponement beyond 4 hours of the surgery. എന്താ? സർജറികള് റീഷെഡ്യൂൾ ചെയ്യുക എന്ന് പറയുന്നത് ഒന്നല്ലെങ്കിൽ ആ സർജറി ക്യാൻസൽ ചെയ്യുന്നു, അല്ലെങ്കിലോ പോസ്റ്റ്മോർട്ടം ആ സർജറി മാറ്റിവെക്കുന്നു. ബിയോണ്ട് 4 hours, 4 മണിക്കൂറിനപ്പുറം. അതെന്താ? ഓഫ് ദ സർജറി. എന്താ അതെന്ന് പറഞ്ഞാല് ആ ഒരു 4 മണിക്കൂറിനുള്ളില് അവിടെ നമുക്ക് ചിലപ്പോൾ എന്ത് ചെയ്യാം? സർജറികൾ കുറച്ച് സമയം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കുറച്ച് സമയം എന്ത് ചെയ്യാം? 1 മണിക്കൂർ അല്ലെങ്കിൽ 1.5 മണിക്കൂറൊക്കെ അങ്ങനെ കുറച്ച് സമയം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിപ്പോയാലും പ്രശ്നമല്ല. അത് നമ്മളിവിടെ കൺസിഡർ ചെയ്യുന്നില്ല. അതേസമയം 4 മണിക്കൂറിനപ്പുറം അല്ലെങ്കിൽ 4 മണിക്കൂറിന് ശേഷമുള്ള എന്താ? ചിലപ്പോൾ 4 മണിക്കൂറിന് കൂടുതൽ സമയം, 4 മണിക്കൂറിനുള്ളിലുള്ള സമയത്താണ് നമ്മളവിടെ സർജറീസ് ചിലപ്പോൾ 1 മണിക്കൂറോ 2 മണിക്കൂറോ ഒക്കെ മാറ്റി വെക്കുകയാണെങ്കിൽ ഒന്നും കുഴപ്പം വരുന്നില്ല. അതേസമയം ആ ഒരു 5 മണിക്കൂറിന് ശേഷം അല്ലെങ്കിൽ അടുത്ത ദിവസത്തേക്ക് ഒക്കെ മാറ്റിവെക്കുകയോ ക്യാൻസൽ ചെയ്യുകയോ ചെയ്യുകയാണെങ്കിൽ അതിന്റെ റേറ്റ് നമ്മളിവിടെ നോക്കുന്നുണ്ട് കേട്ടോ. അതൊക്കെ എത്ര എണ്ണോട്ടത് നോക്കുന്നുണ്ട്. നോക്കിയ ഫോർമുല, നമ്പർ ഓഫ് കേസസ് റീഷെഡ്യൂൾഡ്, എത്ര സർജറികളാണ് ഇങ്ങനെ റീഷെഡ്യൂൾ ചെയ്യപ്പെട്ടത് അതിന്റെ നമ്പർ divided by number of cases planned, ആസൂത്രണം ചെയ്ത സർജറികളുടെ എണ്ണം ഇൻറ്റു 100. എന്താ? ഒരുപാട് സർജറി അവിടെ പ്ലാൻ ചെയ്തിട്ടുണ്ടാവും അല്ലെ? ഒരു ആസൂത്രണം ചെയ്ത ഒരുപാട് സർജറികൾ, പ്ലാൻ ചെയ്ത സർജറികളില് എത്ര എണ്ണമാണ് എന്ത് ചെയ്തത്? റീഷെഡ്യൂളിംഗ് ചെയ്തത് ഇൻറ്റു 100 കാണുന്നതാണ് പെർസെന്റേജ് ഓഫ് റീഷെഡ്യൂളിംഗ് ഓഫ് സർജറീസ് എന്ന് പറയുന്നത്. പലപ്പോഴും ഫോർമുലയിൽ എന്താ പറഞ്ഞ? നമ്പർ ഓഫ് കേസസ് റീഷെഡ്യൂൾഡ്, അവിടെ റീഷെഡ്യൂൾ ചെയ്യപ്പെട്ട സർജറികളുടെ എണ്ണം ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് കേസസ് പ്ലാൻഡ്, ആസൂത്രണം ചെയ്ത സർജറികളുടെ ആകെ എണ്ണം ഇൻറ്റു 100. കിട്ടിയോ? 19ാമത്തെ. ക്ലിയർ ആയോ? ഓക്കെ, 20th നോക്കിയേ, turnaround time for issue of blood and blood components. എന്താ? അവിടെ ബ്ലഡ് അല്ലെങ്കിൽ ബ്ലഡ് കമ്പോണൻസ് വിതരണം ചെയ്യുന്നതിന് വേണ്ടി എടുക്കുന്ന സമയം. ഇവിടെ ഇനി വരുന്ന കുറച്ച് കാര്യങ്ങൾ നമ്മുടെ സമയവുമായി ബന്ധപ്പെട്ട് വരുന്നുണ്ട്. ഒരു 3-4 എണ്ണം നോക്കിയേ. നിങ്ങൾ ആരെങ്കിലും ബ്ലഡ് ബാങ്കിൽ പോയിട്ടുണ്ടോ? ബ്ലഡ് ബാങ്കിൽ പോയിട്ടുണ്ടോ? ഇല്ല, ആരും പോയിട്ടില്ല. ഓക്കെ, അപ്പൊ ബ്ലഡ് ബാങ്കില് നമ്മള് ബ്ലഡിന്റെ ആവശ്യത്തിനായിട്ട് നമ്മൾ റിസർവ് ചെയ്തിടാൻ അല്ലെങ്കിൽ ബുക്ക് ചെയ്തിടാനൊക്കെ നമ്മൾ പോകേണ്ട ആവശ്യം ചിലർക്കെങ്കിലും വരാറുണ്ട് അല്ലെ? അപ്പൊ എന്തെങ്കിലും സർജറിയുടെ ഭാഗമായിട്ടൊക്കെ പോയവരുണ്ട് അല്ലെ? ഓക്കെ, അങ്ങനെ പോയിട്ടുണ്ട്. അപ്പൊ ബ്ലഡ് ബാങ്കിൽ പോകുമ്പോ എങ്ങനെയാണ്? നമ്മൾ വെറുതെ പോയി ചോദിച്ചാൽ അവര് ബ്ലഡ് തരുമോ? വെറുതെ പോയി ബ്ലഡ് ബാങ്കിൽ പോയി ചോദിച്ചാൽ ബ്ലഡ് തരുമോ?
ഇല്ല. എന്ത് വേണം അതിന്? ആ പേഷ്യന്റിന്റെ കൃത്യമായിട്ടുള്ള ഡീറ്റെയിൽസ്, ഏത് ഡോക്ടറാണോ പേഷ്യന്റിനെ കൺസൾട്ട് ചെയ്യുന്നത് അവരുടെ ഒരു റിക്വസ്റ്റ് ഫോമുമായിട്ട് വേണം നമ്മൾ ചെല്ലാനായിട്ട്. ആ ഒരു ഡോക്ടറുടെ സ്പെസിഫിക് ആയിട്ടുള്ള റിക്വസ്റ്റ്, ഇന്ന ബ്ലഡ് ഗ്രൂപ്പിലുള്ള എന്റെ കീഴിൽ ഞാൻ നോക്കുന്ന ഇന്ന പേഷ്യന്റിന് ഇന്ന ആവശ്യത്തിന് വേണ്ടി ഇത്ര ബ്ലഡ് വേണം, ഇത്ര യൂണിറ്റ് ബ്ലഡ് വേണം, ഇന്ന ബ്ലഡ് ഗ്രൂപ്പ് ആണ് എന്ന് പറഞ്ഞ് ആ ഒരു ഡോക്ടർ കൃത്യമായിട്ട് ആ റിക്വസ്റ്റ് എഴുതി തന്നാൽ മാത്രമേ അവിടെ നിന്ന് എന്ത് ചെയ്യുള്ളൂ, ബ്ലഡ് നമുക്ക് അനുവദിച്ചു തരുള്ളൂ. അത് വെറുതെ ചെന്ന് ചോദിച്ചാൽ നമുക്ക് തരില്ല. അപ്പൊ അതിന്റെ കൂടെ അവർ ആ ഒരു റിക്വസ്റ്റ് ലെറ്റർ തരുന്നതിന് കൂടെ അവരെന്ത് ചെയ്യും, ആ ഒരു പേഷ്യന്റിന്റെ ബ്ലഡ് സാമ്പിൾ കൂടിയാണ് നമ്മുടെ കയ്യിൽ തന്നുവിടുക. ബ്ലഡ് സാമ്പിൾ തന്നുവിടും. എന്തിനാ ബ്ലഡ് സാമ്പിൾ തരുന്നത്? അവിടെ ചെന്ന് അവർ തന്നുവിടുന്ന ബ്ലഡും ഈ ബ്ലഡും തമ്മിൽ എന്ത് ചെയ്ത് നോക്കണം, ക്രോസ് മാച്ച് ആണോ എന്ന് നോക്കണം അല്ലെ, അനുയോജിത പരിശോധനകൾ നടത്തണം അല്ലെ. അങ്ങനെ ടെസ്റ്റുകൾ നടത്തി അത് ഓക്കെ ആണെങ്കിലാണ് അവർ എന്ത് ചെയ്യുന്നത്, നമുക്കത് ഹാൻഡ് ഓവർ ചെയ്ത് തരുന്നത്. അപ്പൊ ആ അത്രയും പ്രൊസീജിയർ എടുക്കാൻ വേണ്ടി കുറച്ച് സമയം നമുക്ക് അവിടെ എന്ത് ചെയ്യേണ്ടി വരും, ബ്ലഡ് ബാങ്കില് വെയിറ്റ് ചെയ്യേണ്ടതായിട്ട് വരും അല്ലെ. പെട്ടെന്ന് നമുക്ക് ഈ ഒരു പ്രൊസീജിയർ ചെയ്ത് തരാൻ പറ്റില്ല അല്ലെ. നമ്മൾ ചെന്ന് അവിടെ ആ ഒരു റിക്വസ്റ്റ് ഫോം കൊടുത്ത് അവർ ഈ ടെസ്റ്റുകൾ കാര്യങ്ങൾ ചെയ്ത് നോക്കി മാച്ച് ആണെന്ന് മനസ്സിലായാൽ അവർ എന്ത് ചെയ്യും, നമുക്കത് അവൈലബിൾ ആക്കി തരും അല്ലെ. ആ ഒരു സമയ ഗ്യാപ്പ്, ആ ഒരു ടൈം ഗ്യാപ്പിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ടേൺ അറൌണ്ട് ടൈം ഫോർ ഇഷ്യൂ ഓഫ് ബ്ലഡ് ആൻഡ് ബ്ലഡ് കമ്പോണൻസ്. ബ്ലഡും ബ്ലഡ് കമ്പോണൻസിന്റെയും വിതരണവുമായി ബന്ധപ്പെട്ടുള്ള സമയം. നോക്കിയേ എന്താന്നുള്ളത്, the time taken to be calculated. ഇവിടെ എടുക്കുന്ന സമയം എങ്ങനെയാണ് അവർ കാൽക്കുലേറ്റ് ചെയ്യുന്നത് നോക്കിയേ. From the time the request is received in the blood bank, ആ ഒരു ബ്ലഡ് ബാങ്കില് റിക്വസ്റ്റ് കിട്ടുന്നത്, നമ്മൾ കൊണ്ടുപോകുന്ന റിക്വസ്റ്റ് ആ ബ്ലഡ് ബാങ്ക് എപ്പോഴാണോ റിസീവ് ചെയ്യുന്നത് അല്ലെങ്കിൽ സ്വീകരിക്കുന്നത് ആ സമയം മുതലാണ് നമ്മൾ ടൈം കാൽക്കുലേറ്റ് ചെയ്യുന്നത് കേട്ടോ. അവിടെ ആ റിക്വസ്റ്റ് കൊടുത്ത് അവർ റിസീവ് ചെയ്യുന്നത് സ്വീകരിക്കുന്ന സമയം മുതൽ ആ ടൈം സ്റ്റാർട്ട് ചെയ്യാണ്. Until the blood is cross matched, അവർ ആ സാമ്പിൾ ഉപയോഗിച്ച് എന്ത് ചെയ്യുന്നുണ്ട്, ബ്ലഡ് ക്രോസ് മാച്ച് ചെയ്യുന്നുണ്ട്, ചെക്ക് ചെയ്യുന്നുണ്ട്, അനുയോജിത പരിശോധനകൾ നടത്തുന്നുണ്ട് അല്ലെ. ആൻഡ് അവൈലബിൾ ഫോർ ട്രാൻസ്ഫ്യൂഷൻ, അതിനുശേഷം അവർ എന്ത് ചെയ്യുന്നു, ട്രാൻസ്ഫ്യൂഷന് വേണ്ടി അത് നമുക്ക് അവൈലബിൾ ആക്കി ലഭ്യമാക്കി നൽകുന്നു. അതുവരെയുള്ള ആ ഒരു ടൈം ഗ്യാപ്പിനെയാണ് നമ്മൾ ഇവിടെ എന്ത് ചെയ്തത്, കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ക്ലിയർ ആയോ? ആ ഒരു സമയം, ആ ഒരു ടൈം ഗ്യാപ്പ് എത്രയാന്ന് മനസ്സിലായോ? ആ ഒരു റിക്വസ്റ്റ് ആ ബ്ലഡ് ബാങ്കിലേക്ക് കൊടുത്ത് അവർ ആ റിക്വസ്റ്റ് സ്വീകരിക്കുന്ന സമയം മുതൽ നമുക്ക് ആ ഒരു ബ്ലഡ് അവൈലബിൾ ആക്കി നൽകുന്നത് വരെയുള്ള ഒരു സമയം ഉണ്ടല്ലോ, അതിനെയാണ് നമ്മളിവിടെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. നോക്കിയ ഫോർമുല, സം ഓഫ് ടൈം ടേക്കൺ, അവിടെ ആ ഒരു ബ്ലഡ് ആൻഡ് ബ്ലഡ് കമ്പോണൻസ് നമുക്ക് തരാൻ വേണ്ടി എടുത്ത സമയത്തിന്റെ ആകെ തുക, ഒരു കുറച്ച് സമയം നമുക്ക് എടുത്തിട്ടുണ്ടാവും, ആ ഒരു സമയത്തിന്റെ ആകെ തുക ഡിവൈഡഡ് ബൈ total number of blood and blood components cross matched or reserved. എന്താ അവിടെ നമ്മുടെ ഒരാളുടെ ബ്ലഡ് കമ്പോണൻസ് മാത്രമായിരിക്കില്ലല്ലോ ക്രോസ് മാച്ച് ചെയ്യുന്നത്, ഒരുപാട് പേരുടെ അറ്റൻഡ് അവർ ചെയ്യുന്നുണ്ട് അല്ലെ. അപ്പൊ എത്ര ബ്ലഡ് ആൻഡ് ബ്ലഡ് കമ്പോണൻസ് ആണോ അവിടെ ക്രോസ് മാച്ച് ചെയ്യപ്പെട്ടത് അല്ലെങ്കിൽ റിസർവ് ചെയ്ത് നോക്കിയത് അതിന്റെ ടോട്ടൽ നമ്പർ, അതിനു വേണ്ടി എത്ര സമയം അവർ ആകെ എടുത്ത സമയമാണ് ന്യൂമറേറ്ററിൽ വരുന്നത്. സം ഓഫ് ടൈം ടേക്കൺ, അവിടെ ബ്ലഡ് കമ്പോണൻസ് നമുക്ക് എന്താണ് തരാൻ, ഇഷ്യൂ ആക്കി തരാനായിട്ട് എത്ര സമയം മൊത്തം എടുത്തു ആ സമയത്തിന്റെ ആകെ തുകയാണ് ന്യൂമറേറ്ററിൽ വരുന്നത്. ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ബ്ലഡ് ആൻഡ് ബ്ലഡ് കോമ്പോണൻസ് ക്രോസ് മാച്ച്ഡ് ഓർ റിസർവ്ഡ്, അവിടെ നടത്തിയ ബ്ലഡ് ആൻഡ് ബ്ലഡ് കമ്പോണൻസിനെ എത്ര എണ്ണം അത് എന്ത് ചെയ്തിട്ടുണ്ട്, ക്രോസ് മാച്ച് ചെയ്ത് നോക്കിയിട്ടുണ്ട്, എത്ര ബ്ലഡ് ആൻഡ് ബ്ലഡ് കമ്പോണൻസ് അവിടെ ക്രോസ് മാച്ച് ചെയ്ത് അല്ലെങ്കിൽ റിസർവ് ചെയ്ത് നോക്കിയിട്ടുണ്ട്, അതിന്റെ ആകെ എണ്ണം കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ക്ലിയർ ആണോ? 20th ക്ലിയർ ആണോ? ഓക്കെ. Next, 21 നോക്കിയേ, nurse patient ratio for ICUs and ward. ഐസിയുന്റെ എന്താ nurse patient ratio പഠിച്ചതല്ലേ? ഐസിയുന്റെ nurse patient ratio പഠിച്ചതല്ലേ? 1:1 or 1:2. അങ്ങനെ രണ്ട് ഓപ്ഷൻ ഇല്ലേ, 1:1 or 1:2 എന്നാണ് അല്ലെ. അതുപോലെ വാർഡിനും ഇങ്ങനെയുള്ള നേഴ്സ് പേഷ്യന്റ് റേഷ്യോസ് ഉണ്ട്. പ്രധാനമായിട്ടും അവിടെയുള്ള എങ്ങനെയാണ് ആ റേഷ്യോ കണ്ടുപിടിക്കുന്നത്, അവിടെ എത്ര നേഴ്സ് സ്റ്റാഫ് അവൈലബിൾ ആണ് അല്ലെ, അതുപോലെ തന്നെ എത്രത്തോളം പേഷ്യൻസ് ഉണ്ട്, ഇവരുടെ രണ്ടുപേരെയും കൂടി നോക്കിയിട്ടാണ് നമ്മൾ ആ ഒരു പേഷ്യന്റ് റേഷ്യോ കണ്ടുപിടിക്കുന്നത് അല്ലെ, നേഴ്സ് പേഷ്യന്റ് റേഷ്യോ കണ്ടുപിടിക്കുന്നത്. അപ്പൊ അതിന്റെ ഫോർമുലയാണ് താഴെ പറഞ്ഞിരിക്കുന്നത്.
തന്നിരിക്കുന്നത്. നോക്കിയേ, ഫോർമുല നമ്പർ ഓഫ് നഴ്സിംഗ് സ്റ്റാഫ്, അവിടെയുള്ള നഴ്സിംഗ് സ്റ്റാഫുകളുടെ ആകെ എണ്ണം ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് occupied ബെഡ്സ്. എന്താ occupied ബെഡ്സ് എന്ന് പറഞ്ഞാൽ അവിടെ പേഷ്യൻസ് ഉള്ള ബെഡുകൾ ഉണ്ടാവുമല്ലോ അല്ലെ, പേഷ്യൻസ് കൈവശപ്പെടുത്തിയിരിക്കുന്ന ബെഡുകൾ. പേഷ്യൻസ് ഇല്ലാത്ത ബെഡിന്റെ നമ്പർ എടുക്കേണ്ട കാര്യമില്ല അല്ലെ, പേഷ്യൻസ് ഉള്ള ബെഡ്, ഈ പേഷ്യൻസ് കൈവശപ്പെടുത്തിയിരിക്കുന്ന ബെഡുകളുടെ ആകെ എണ്ണം അല്ലെ, അതാണ് അവിടെ എന്ത് നഴ്സ് പേഷ്യന്റ് റേഷ്യോ കാണാനുള്ള ഫോർമുല. നമ്പർ ഓഫ് നഴ്സിംഗ് സ്റ്റാഫ്, അവിടെയുള്ള നഴ്സിംഗ് സ്റ്റാഫുകളുടെ ആകെ എണ്ണം ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് occupied ബെഡ്സ്, അല്ലെങ്കിൽ പേഷ്യൻസ് കൈവശപ്പെടുത്തിയിരിക്കുന്ന ബെഡുകളുടെ എണ്ണം, ആകെ എണ്ണം. ഓക്കെ ആണോ? ICUലാണെങ്കിൽ 1:1 അല്ലെങ്കിൽ 1:2 ആയിരിക്കും. അതൊരു ഫിക്സഡ് റേഷ്യോ ആണ്. കാരണം ഒരു നഴ്സിന് ഒരു പേഷ്യന്റ് അല്ലെങ്കിൽ ഒരു നഴ്സിന് 2 പേഷ്യന്റ്, അതിൽ കൂടുതൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ആ ഒരു നഴ്സിനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല. നമ്മൾ അത്രയും കെയർ കൊടുക്കേണ്ട ഒരു ഏരിയ ആയതുകൊണ്ട് തന്നെ അതൊരു ഫിക്സഡ് റേറ്റിൽ നമ്മൾ വെക്കേണ്ടതായിട്ട് വരും. അതേസമയം വാർഡുകളിലാകുമ്പോൾ, ജനറൽ വാർഡിലാകുമ്പോൾ 1:6 ആവാം. അതായത് ഒരു നഴ്സ് 6 പേഷ്യൻസിനെ നോക്കേണ്ടതായിട്ട് വരാം. അതുപോലെ 1:4 ആവാം സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള വാർഡുകളിൽ വരുമ്പോ. അപ്പൊ അതിന്റെ റേറ്റ് ചിലപ്പോൾ മാറാം. കാരണം പേഷ്യൻസിന്റെ എണ്ണം കൂടുന്നതിനനുസരിച്ച്, അതുപോലെ നഴ്സിന്റെ എണ്ണം കുറയുന്നതിനനുസരിച്ചും ഒരു നഴ്സ് ചിലപ്പോൾ അതിൽ കൂടുതൽ പേഷ്യൻസിന് ചിലപ്പോൾ എന്ത് ചെയ്യേണ്ടി വരും, കൈകാര്യം ചെയ്യേണ്ടതായിട്ട് വരും കേട്ടോ. അതിൽ ആ സമയത്ത് നമുക്ക് നിങ്ങളുടെ റേഷ്യോ കാണാൻ വേണ്ടിയിട്ട് ഈ ഫോർമുലയാണ് ഉപയോഗിക്കുന്നത്. നമ്പർ ഓഫ് നഴ്സിംഗ് സ്റ്റാഫ് എത്രയുണ്ട്, ആകെ നഴ്സിംഗ് സ്റ്റാഫുകളുടെ എണ്ണം, അതുപോലെ തന്നെ ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് occupied ബെഡ്സ്, എത്ര ബെഡുകള് പേഷ്യൻസ് ഉണ്ട് അല്ലെങ്കിൽ എത്ര ബെഡുകൾ പേഷ്യൻസ് കൈവശപ്പെടുത്തിയിട്ടുണ്ട്, അതിന്റെ ആകെ എണ്ണം കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ക്ലിയർ ആണോ? 21. ഓക്കെ, നെക്സ്റ്റ് ഒരെണ്ണം കൂടി നമുക്ക് പറയാം. 22 കേട്ടോ. 22 നിങ്ങൾ ഓക്കെ. വെയിറ്റിംഗ് ടൈം ഫോർ ഔട്ട് പേഷ്യന്റ് കൺസൾട്ടേഷൻ. ഔട്ട് പേഷ്യന്റ് കൺസൾട്ടേഷന് വേണ്ടി നിങ്ങൾ വെയിറ്റ് ചെയ്തിട്ടുണ്ടോ? ഹോസ്പിറ്റലിൽ പോയി ഔട്ട് പേഷ്യന്റ് കൺസൾട്ടേഷന് വേണ്ടി വെയിറ്റ് ചെയ്യാറുണ്ട് അല്ലെ. അപ്പൊ ചില ഹോസ്പിറ്റലാണ് ഒരുപാട് സമയം നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടി വരും അല്ലെ. അപ്പൊ ഇവിടുത്തെ ആ ഒരു വെയിറ്റിംഗ് ടൈം എന്ന് പറയുന്നത് എന്താന്ന് നോക്കിയാൽ, ആ ഒരു വെയിറ്റിംഗ് ടൈം ആണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് കേട്ടോ. നോക്കിയ വെയിറ്റിംഗ് ടൈം ഈസ് ദ ലെങ്ത് ഓഫ് ടൈം which one should wait in order for a specific action to happen after that action is called for or mandated. എന്താ, ഇപ്പൊ നമ്മളൊരു വെയിറ്റിംഗ് ടൈം എന്ന് പറയുന്ന ആ ഒരു ലെങ്ത് ഓഫ് ടൈമിനെയാണ് പറയുന്നത്. എന്തിനു വേണ്ടി? എന്തെങ്കിലും ഒരു കാര്യം അല്ലെ, എന്തെങ്കിലും ഒരു പ്രവൃത്തി നടക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യുന്നതാണ് അല്ലെ, അല്ലെങ്കിൽ ആ ഒരു പ്രവൃത്തി നടന്നതിന് ശേഷം എന്തെങ്കിലും കാര്യത്തിന് വെയിറ്റ് ചെയ്യുന്നതാണ്. ഇപ്പൊ നമ്മൾ പറയാം, ഇപ്പൊ ഹോസ്പിറ്റലിൽ നമ്മളൊരു ഡോക്ടറെ കൺസൾട്ട് ചെയ്യാൻ പോയി അല്ലെ, നമ്മൾ ആദ്യം എന്തിനു വേണ്ടിയാ വെയിറ്റ് ചെയ്യുന്നത്? ആ ഡോക്ടറുടെ റൂമിലേക്ക് നമ്മളെ വിളിക്കാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യും ഇല്ലേ, നമ്മൾ വെയിറ്റ് ചെയ്യും. അത് കഴിഞ്ഞ് നമ്മൾ ഡോക്ടറെ കൺസൾട്ട് ചെയ്ത് തിരിച്ചു വന്ന് നമ്മൾ കുറച്ചു നേരം വെയിറ്റ് ചെയ്യേണ്ടി വരാറില്ലേ? അതെന്തിനു വേണ്ടിയാണ് നിങ്ങൾ വെയിറ്റ് ചെയ്യാറ്? മെഡിസിൻസ് വാങ്ങാൻ വേണ്ടി വെയിറ്റ് ചെയ്യാറില്ലേ? അപ്പൊ അങ്ങനെ 2 രീതിയിലും ആ ഒരു ലെങ്ത് ഓഫ് ടൈം ഇവിടെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നുണ്ട്. ഇനി ഇവിടെ പ്രധാനമായിട്ടും എവിടെ മുതൽ എവിടെ വരെയാണ് നമ്മൾ ആ സമയം കാൽക്കുലേറ്റ് ചെയ്യുന്നത് നോക്കി കൃത്യമായിട്ട് ആ ഒരു ടൈം ഗ്യാപ്പ് പറയുന്നുണ്ട്. Waiting time for outpatient consultation is the time from which the patient has come to the respected outpatient department. It may or may not be the same time as registration till the time that the respected consultant, then not the junior doctor or resident, begins the assessment. എന്താണ് ഇവിടെ വെയിറ്റിംഗ് ടൈം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്? കൃത്യമായ സമയപരിധിയുണ്ട്. അത് എവിടെ മുതൽ എവിടെ വരെയാണ് സമയം സ്റ്റാർട്ട് ചെയ്യുന്നത്? ഒരു പേഷ്യന്റ് ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റിലേക്ക് എത്തുന്ന സമയം മുതൽ, ഒരു പേഷ്യന്റ് ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റിലേക്ക് എത്തുന്ന സമയം മുതൽ എവിടെ വരെയാണ്? അവരുടെ പ്രധാന ഏത് കൺസൾട്ടന്റിനെ അല്ലെങ്കിൽ ഏത് ഡോക്ടറെയാണ് അവർ കാണാൻ വന്നിരിക്കുന്നത്, ആ ഡോക്ടർ അവരുടെ ബിഗിൻസ് അസസ്മെന്റ് എന്നാ പറയുന്നത്, അവരുടെ ആ ഒരു വിലയിരുത്തൽ ആരംഭിക്കുന്നത് വരെയുള്ള ആ ഒരു ടൈം ഗ്യാപ്പില്ലേ, ആ ഒരു സമയം എടുത്തിട്ടില്ലേ, അത്രയും സമയമില്ലേ, ആ ഒരു ടൈം ഗ്യാപ്പിന് അല്ലെങ്കിൽ ആ ഒരു ലെങ്ത് ഓഫ് ടൈമിനെയാണ് ഇവിടെ വെയിറ്റിംഗ് ടൈം ആയിട്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. മനസ്സിലായോ? ഒരു പേഷ്യന്റ് ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റിലേക്ക് എത്തുന്ന സമയം മുതൽ ആ കൺസൾട്ടന്റ് ഡോക്ടർ അവരെ അസസ്മെന്റ് അല്ലെങ്കിൽ വിലയിരുത്താൻ ആരംഭിക്കുന്നത് വരെയുള്ള വിലയിരുത്തൽ, ആ ഡോക്ടറുടെ മുൻപിൽ പോയി ആ ഡോക്ടർ നമ്മളെ പരിശോധിക്കാൻ ആരംഭിക്കുന്നത് വരെയുള്ള സമയം, ആ ഒരു ലെങ്ത് ഓഫ് ടൈം അല്ലെങ്കിൽ ആ ഒരു ടൈം ഗ്യാപ്പിനെയാണ് നമ്മൾ വെയിറ്റിംഗ് ടൈം ഇവിടെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ആ ഒരു സമയപരിധിയാണ് നമ്മളിവിടെ റേറ്റ് എടുത്ത് നോക്കുന്നത്. ക്ലിയർ ആയോ? ആ ഒരു വെയിറ്റിംഗ് ടൈം എവിടെ മുതൽ എവിടെ വരെയാന്ന് മനസ്സിലായോ?
Okay, നോക്കിയ ഫോർമുല സം ടോട്ടൽ പേഷ്യന്റ് ഇൻ ടൈം ഫോർ കൺസൾട്ടേഷൻ ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ഔട്ട് പേഷ്യൻസ്. എന്താ സം ടോട്ടൽ പേഷ്യന്റ് ഇൻ ടൈം ഫോർ കൺസൾട്ടേഷൻ. അവിടെ കൺസൾട്ടേഷന് വേണ്ടി വന്ന ഓരോ പേഷ്യൻസിനും എത്ര സമയമാണ് എടുത്തത് അല്ലെ? കൺസൾട്ടേഷൻ ഓരോരുത്തർക്കും ഒരുപാട് സമയം എടുത്തിട്ടുണ്ടാവും അല്ലെ? അതിന്റെ സം ആകെ എടുത്ത സമയത്തിന്റെ ആകെ തുക ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ഔട്ട് പേഷ്യൻസ്. അവിടെ വന്നിരിക്കുന്ന ഔട്ട് പേഷ്യൻസിന്റെ ആകെ എണ്ണം. എന്താണ് ഫോർമുല? സം ടോട്ടൽ പേഷ്യന്റ് ഇൻ ടൈം ഫോർ കൺസൾട്ടേഷൻ. അവിടെ കൺസൾട്ടേഷന് വേണ്ടി ഓരോ പേഷ്യൻസിനും എടുത്ത സമയത്തിന്റെ ആകെ തുക ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ഔട്ട് പേഷ്യൻസ്. അവിടെ വന്നിരിക്കുന്ന ഔട്ട് പേഷ്യൻസിന്റെ ആകെ എണ്ണം കൊണ്ട് ഡിവൈഡ് ചെയ്താല് വെയിറ്റിംഗ് ടൈം ഫോർ ഔട്ട് പേഷ്യന്റ് കൺസൾട്ടേഷൻ റേറ്റ് കിട്ടും. ക്ലിയർ ആണോ? 22 ക്ലിയർ ആണോ? ഓക്കെ, അപ്പൊ നമ്മൾ ഇന്ന് 22 എണ്ണമാണ് എടുത്തത്. ആ ഒരു പേജിലെ നോട്ട് ചെയ്തില്ലല്ലോ നമ്മള് അല്ലെ? ആ ഒരു പേജിലെ നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെച്ചേ. 17th വൺ ഹാൻഡ് ഹൈജീൻ കമന്റ്സ് റേറ്റ് കേട്ടോ. 17th 19th percentage of rescheduling of surgeries. Then 21 nurse patient ratio for ICU and wards. അതുപോലെ 23 waiting time for diagnostics. അത് എടുത്തിട്ടില്ല, നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം കേട്ടോ. വെയിറ്റിംഗ് ടൈം ഫോർ ഔട്ട് പേഷ്യന്റ് കൺസൾട്ടേഷൻ വരെയാണ് എടുത്തത് കേട്ടോ. 17, 19, 21, 23 നോട്ട് ചെയ്യാം കേട്ടോ. ഓക്കെ, ഇത്രയും ക്ലിയർ അല്ലേ എല്ലാവർക്കും? ഓക്കെ, 8 മുതലോ 7 ഇമ്പോർട്ടന്റ് ആണ്. Then 9, 7, 9, 10 പറയുന്ന നമ്പർ നോട്ട് ചെയ്യാം കേട്ടോ. 7, 9, 10, 14, 16, 14, 16 കിട്ടിയോ? ഓക്കെ ഓക്കെ, താങ്ക് യു. Thank you, ma'am.